السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഔലിയാക്കളിൽ പ്രധാനികളായിരിക്കുന്ന ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ ഇൽമിൻ്റെ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള സബബാക്കി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഭാവി ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ മുക്തമായി റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി സ്വർഗത്തിൻ്റെ അവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും റബ്ബ് തആലക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് ഓരോരുത്തർക്കും അനുവദിച്ച സമയം എത്രയാണെന്ന് അറിയാത്തവരാണ് നമ്മൾ. അത്രക്കും ദുർബലരായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. എത്ര കാലമാണ് ഈ ദുന്യാവിൻ്റെ ഈ ഭൂമിയുടെ പുറത്തുകൂടി ഞാനും നിങ്ങളും നടക്കുക? എത്ര കാലമാണ് മക്കൾക്കൊപ്പം ജീവിക്കുക? എത്ര കാലമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കൊപ്പം കൂടി ജീവിക്കുക എന്നതുപോലും അറിയാത്ത ദുർബലരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ച സമയമാവുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലായികത്തിൻ്റെ കൂട്ടങ്ങളുമായി പരിവാരങ്ങളുമായി കടന്നു വന്ന് നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുമ്പോൾ തടുക്കാൻ നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ സാധ്യമല്ലാത്ത രൂപത്തിൽ ദുർബലരായ സമൂഹമായിട്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മുല കുടിക്കുന്ന കുട്ടി എനിക്കുണ്ട്, ഒന്നുകൂടി എൻ്റെ ആയുസ് നീട്ടിത്തരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എനിക്കെൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിത്തരാൻ പറഞ്ഞാൽ നടക്കില്ല. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അള്ളാഹു നിശ്ചയിക്കുന്ന അവധി എത്തിക്കഴിഞ്ഞാൽ ആ അവധി ഒരിക്കലും പിന്തുകയില്ല. അള്ളാഹു അവർക്കാണെങ്കിൽ മുന്താനുള്ള അവസരവും നൽകില്ല. കൃത്യമായി ആ സമയത്ത് തന്നെ നമ്മുടെ റൂഹ് പോകുന്നതാണ്. പിന്നീടുള്ള നമ്മുടെ ജീവിതമാവട്ടെ അത് നമ്മുടെ പള്ളിക്കാട്ടിലാണ്. അവിടെയാണ് നമ്മുടെ ഉപ്പാപ്പമാരുള്ളത്, അവിടെയാണ് നമ്മുടെ മാതാപിതാക്കളുള്ളത്, അവരുടെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ മുഴുവൻ. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിലൂതുന്ന ഒരു കാലം യൗമുൽ ഖിയാമത്ത് കാത്ത് നമ്മളെല്ലാവരും പോന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ കാത്തുകിടക്കുകയാണ്. ഇതുവരെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ അവർ വെയിറ്റ് ചെയ്യുന്ന വെയിറ്റിംഗ് ഷെഡ് ഖബറാണ്. ആ ഖബറിലാണ് ഞാനും നിങ്ങളും നാളെ പോയി കിടക്കാനുള്ളത്. അതൊരു ദിവസമാണെങ്കിൽ അത് സാരമില്ല എന്ന് വെക്കാമായിരുന്നു, അത് 2 ദിവസമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷേ എത്ര കാലമാണ് അവിടെ കിടക്കേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഉപ്പാപ്പന്മാരുടെ കൂട്ടത്തിൽ 1000 വർഷമായി അവിടെ കിടക്കുന്നവരില്ലേ, 800 വർഷമായി അവിടെ കിടക്കുന്നവരില്ലേ, 500 വർഷമായി ഖബറിൽ കിടക്കുന്നവരില്ലേ, 100 വർഷമായി ഖബറിൽ കിടക്കുന്നവരില്ലേ? നമ്മളും എത്രയാണ് കിടക്കേണ്ടി വരിക എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. അതുകൊണ്ട് ഹ്രസ്വമായ ഈ ജീവിതം നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ അവിടെ സുഖമായി ഇരിക്കാനും അവിടെ നല്ല വസ്ത്രം ധരിക്കാനും അവിടെ സമാധാനം ലഭിക്കാനും അവിടെ അള്ളാഹുവിൻ്റെ റിസ്ഖ് ലഭിക്കാനും പറ്റുന്ന രൂപത്തിൽ ഈ ദുന്യാവിൽ അള്ളാഹു തന്ന സമയത്തെ ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നല്ലേ നമ്മുടെ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത്. അള്ളാഹു തന്നിരിക്കുന്ന ഈ സമയം അത് ഷോപ്പിങ്ങിന് ചെലവഴിക്കണം. ഏത് ഷോപ്പിംഗ്? നമ്മുടെ ദുന്യവിയായ ജീവിതത്തിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് അല്ല.
അങ്ങാടിയിലൂടെ തെണ്ടി നടന്ന് ഔറത്ത് വെളിവാക്കി അന്യപുരുഷന്മാർ കാണാൻ വേണ്ടി ഭർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയാവേണ്ട പെണ്ണ് അന്യപുരുഷന്മാര് നോക്കുമ്പോ അവർക്കെന്നെ കണ്ട് സന്തോഷമുണ്ടാവണം, അവർക്കെന്നെ ഇഷ്ടപ്പെടണം എന്ന നെയ്യത്തോടെ, എന്ന ലക്ഷ്യത്തോടുകൂടെ ശരീരം മിനുക്കി ഔറത്ത് പുറത്ത് കാട്ടി അങ്ങാടിയിലൂടെ കയറിയിറങ്ങി ദുന്യാവിന്റെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഷോപ്പിംഗ് അല്ല, മറിച്ച് നാളെ അള്ളാഹുവിന്റെ ആഖിറ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഷോപ്പിംഗ്. ആ ഷോപ്പിങ്ങിനാണ് ഞാനും നിങ്ങളും നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ ഷോപ്പിങ്ങിന് എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത്? പരിശുദ്ധമായ ഖുർആൻ ഓതുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇശാ മഗ്രിബിനിടയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ, സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കുക, സ്വലാത്തുൽ ദുഹാ നിസ്കരിക്കുക, സ്വലാത്തുൽ തഹജ്ജുദ് നിസ്കരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം പറയുക. ഇടപാടുകളിലും സാമ്പത്തിക ബാധ്യതകളിലും സൂക്ഷ്മത പുലർത്തുക. പലിശ ഇന്ന് അറിഞ്ഞും അറിയാതെയും അതൊന്നും വിഷയമല്ലാതെ അടവിനെടുക്കുമ്പോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ അറിയാതെ പലിശ നമ്മുടെ കീശയിലേക്ക്, നമ്മുടെ വയറ്റിലേക്ക് ഹറാമായി വന്നുകൊണ്ടിരിക്കുന്നു. പലിശ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഈ ദുനിയാവിൽ എത്ര അഹങ്കാരിയായി നടന്നാലും അഹങ്കാരികളെയൊക്കെ പടച്ച റബ്ബ് പാഠം പഠിപ്പിച്ച ചരിത്രമാണ് പൂർവകാലത്തിന് പറയാനുള്ളത്. പുതിയ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, അവർ വളർത്തുമ്പോൾ ശ്രദ്ധ വേണം. മാതാപിതാക്കൾ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. എൻ്റെ കുട്ടി ഔറത്ത് പരിപൂർണമായി മറച്ച് സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ റോട്ടിലിറങ്ങിയാൽ അവൾക്കത് മറ്റു കുട്ടികളുടെ ഇടയിൽ നാണക്കേടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർത്തും തെറ്റായ ചിന്തയാണത്. നാളെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കോടാനുകോടി ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, എൻ്റെ മക്കളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും വഷളാകേണ്ടി വരില്ലേ എന്നതിനെ കുറിച്ചല്ലേ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത്? മറ്റുള്ളവരെന്ത് കാട്ടുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? ഈമാനില്ലാത്തവർ പലതും ചെയ്യും, പക്ഷെ ഈമാനുള്ളവർ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് നമ്മൾ പഠിച്ചതിനനുസരിച്ചായിരിക്കണം, സമൂഹം ഓടുന്നതിനനുസരിച്ചല്ല. സമൂഹം പലതിൻ്റെയും പിന്നാലെ ഓടും. അതിൻ്റെ പിന്നാലെ ഓടാൻ മോമിനായ മനുഷ്യന് പാടില്ല. മോമിനായ മനുഷ്യൻ അവൻ പഠിച്ചതനുസരിച്ച്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശരീഅത്ത് മഹാന്മാരായിരിക്കുന്ന ഇമാമിങ്ങൾ നമുക്ക് വിശദീകരിച്ചതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്, നമ്മൾ മക്കളെ വളർത്തേണ്ടത്. അതുകൊണ്ട് പുതിയ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, അവർക്ക് അല്ലാഹുവിൻ്റെ ശരീഅത്തും ബോധവുമില്ലാതെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളുടെ ഖൽബിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, വ്ളോഗർമാർ ഇമാമിയങ്ങളാകുന്ന കാലത്ത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനെ കണ്ടു പഠിക്കേണ്ട സമയത്ത് ബ്ലോഗർമാരെയും യൂട്യൂബർമാരെയും മറ്റുള്ള സിനിമാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ കോമാളി കളിക്കുന്നവരെയും ഇമാമിയങ്ങളാക്കി അവരെ ഇമാമിയങ്ങളാക്കി അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഈ നമ്മുടെ മക്കളെ കുറിച്ച് കൃത്യമായ ചിന്ത വേണം. പലപ്പോഴും അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കോമാളിത്തരങ്ങൾക്കും പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടാത്തരങ്ങൾക്കും ഡാൻസ് കളിക്കാനും ചാടിക്കളിക്കാനും കൂത്താടാനും എന്തും ചെയ്യാനും മടിയില്ലാത്തവരായി പുതിയ തലമുറ നമ്മുടെ മക്കൾ മാറിപ്പോകുന്നുണ്ടെന്ന വിവരം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു നിലക്ക് പോയാൽ, അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ നിസാരമാക്കിയാൽ അവനക്ക് ദുനിയാവിൽ നിന്ന് അള്ളാഹു പാഠം പഠിപ്പിക്കും. അള്ളാഹുവിനോട് അഹങ്കാരം കൊണ്ട് കളിച്ചവർ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അവനെ നിസാരമാക്കിയിട്ടല്ലാതെ അള്ളാഹു മരിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ കാലത്തെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അന്ന് മക്കളുടെ കാര്യത്തിൽ ശക്തമായ ബോധവും ജാഗ്രതയും രക്ഷിതാക്കളായ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരീഅത്തും ദീനും പഠിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക.
പഠിക്കാനുള്ള സമയം, അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ മായനങ്ങാടി പ്രദേശത്ത് 3 വീടുകളിൽ 3 കേന്ദ്രങ്ങളിൽ വെച്ച് പരിശുദ്ധമായ ദീന് ഈ പ്രായത്തിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്, ഫിഖ്ഹ് പഠിക്കാനുള്ള അവസരമുണ്ട്, നാളത്തെ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ അവസരമുണ്ട്. ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് എനിക്കറിവുണ്ടായിരുന്നില്ല എന്ന് ഖേദം പറയേണ്ട അവസ്ഥ വരുത്താതിരിക്കുക. പഠിക്കുക, എന്നിട്ട് ആ പഠിച്ച ഇൽമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്തുക. പുതിയ കാലം വളരെ ഗൗരവത്തോടു കൂടെയാണ് ഈ പുതിയ കാലത്ത് നമ്മൾ കാണേണ്ടത്. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വല്ലാതെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ ശക്തമായ കരച്ചിൽ. ഹബീബായ തങ്ങൾ തൻ്റെ വീട്ടിലത്തെ ഒരു കാര്യത്തിന് വേണ്ടി കരയാറില്ല. ജീവിതത്തിന്റെ ടെൻഷനുകൾ വരുമ്പോ, മക്കളെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യമാരുടെ കാര്യത്തിൽ ഹബീബായ റസൂലുള്ളാഹി പൊട്ടിക്കരയാറില്ല. മറിച്ച് മുത്തുനബി കരഞ്ഞൊരു സംഭവം, കരഞ്ഞു കരഞ്ഞു ശക്തമായ കരച്ചില. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ചെന്ന് ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക യാ ഖൈറൽ അനാം, പ്രവാചകരെ എന്താണ് അങ്ങ് ഇത്രത്തോളം കരയാനുള്ള കാരണം? ഹബീബായ തങ്ങൾ പറയുന്നു, കൈഫ ലാ അബ്കി, ഞാൻ എങ്ങനെ കരയാതിരിക്കും ഹുദൈഫ, വഖദ് യഅതി അലാ ഉമ്മതി സമാൻ, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്, യുഫ്ഖദു ഫീഹിൽ ഇസ്ലാം, ആ കാലത്ത് ഇസ്ലാം ഉണ്ടാവുകയില്ല ഹുദൈഫ. ഇസ്ലാം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമധാരികൾ ഉണ്ടാവും, ഖൽബിൽ ഈമാനില്ല. ഖുർആൻ ഓതിയവനാണ്, മദ്രസയിൽ പഠിച്ചവനാണ്, നിസ്കരിച്ചവനാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദികളുടെ പ്രസംഗം കേട്ട്, ബിദ്അത്തുകാരുടെ പുത്തനാശയങ്ങളുടെ സംസാരങ്ങൾ കേട്ട് അതിലാകൃഷ്ടനായി അവനിങ്ങനെ സത്യമായ ദീനിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാമിന്റെ പുറത്തേക്ക് ചാടിപ്പോയി. പേര് മാറ്റിയിട്ടില്ല, പേരിപ്പോഴും ജബ്ബാറാണ്, പേര് ആരിഫാണ്, പേര് ജാമിദയാണ്. ഇവരൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളുകളാണ്. അവരെ ക്ലാസുകൾ കേൾക്കുമ്പോ, അല്ലെങ്കിൽ പുത്തനാശയക്കാർ ഹക്കായ ദീനിനെ വില കുറച്ച് കാണുകയും ആലിമീങ്ങളെ മോശമാക്കി പറയുകയും ചെയ്യുന്ന വീഡിയോസ് കണ്ട് അവനക്ക് ദീനിനോടുള്ള താല്പര്യം കുറഞ്ഞു പോയതാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇസ്ലാമില്ലാത്തൊരു കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, വയത്റുകൂന സ്വലാഹ്, അവര് നിസ്കാരം ഒഴിവാക്കുന്നവരാണ്. 5 വഖത്ത് നിസ്കരിച്ചിരുന്നവരായിരുന്നു, പക്ഷേ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല. ഒരുപക്ഷെ മാതാപിതാക്കൾ ശീലിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശീലിപ്പിക്കാത്തതും ഉണ്ടായിരിക്കാം. നിസ്കാരം അവർ നിർവഹിക്കുന്നില്ല. 5 വഖത്ത് നിസ്കാരം നിർവഹിക്കാത്ത മകനും കാഫിറായ ഒരാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്? നമ്മൾ വിശ്വാസികളും വിശ്വസിക്കാത്തവരും റബ്ബിന്റെ അടുക്കലുള്ള വ്യത്യാസം നിസ്കാരം കൊണ്ടാണ്. ആ നിസ്കാരം നിർവഹിക്കാത്ത പുതിയ മക്കൾ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഗൗരവത്തോടുകൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? സ്കൂളിൽ പോകുന്ന മക്കൾ, കോളേജിൽ പോകുന്ന മക്കൾ സ്കൂളിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? കോളേജിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അവർക്കതിൻ്റെ ഗൗരവമുണ്ടോ? സൗകര്യമില്ലാഞ്ഞിട്ടാണോ? സൗകര്യമുണ്ടെങ്കിൽ തന്നെ നിസ്കരിക്കാഞ്ഞിട്ടാണോ? ഭൗതികമായ ചിന്തകൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് മെസ്സേജായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും നമ്മളിൽ നിന്ന് അപാകതകൾ സംഭവിച്ചു പോയി. നിസ്കാരം പഠിപ്പിക്കണേത്ത് നമ്മൾ അശ്രദ്ധ കാണിച്ചു, കുട്ടി നിസ്കരിക്കാതെയായി. സ്കൂളിൽ പോകുന്ന കുട്ടി ചില സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞവൻ നിസ്കരിക്കുന്നില്ല. അസറിന് ശേഷം പലപ്പോഴും വന്ന് ഖളാ വീടാണ്. എങ്ങനെയാണ് ആ ഖളാ വീട്ടിയാൽ പോലും അവൻ കുറ്റക്കാരനാണ്. സ്കൂളിൽ നിന്ന് ഇന്റർവെല്ല് കിട്ടുമ്പോ, ഉച്ചയ്ക്ക് പീരിയഡ് ഒഴിവുണ്ടാവുമ്പോ നിസ്കരിക്കൽ ബാധ്യതപ്പെട്ടവനിക്ക് എങ്ങനെയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നിസ്കാരം ഖളാ ആക്കാൻ ഉദ്റില്ല? അതിനവനക്ക് മാപ്പില്ലാത്ത കുറ്റമാണ്. നിസ്കാരം ഒഴിവാക്കുക, അത് അസറിന് ശേഷം നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിസ്കാരം മടക്കി വീട്ടണമെന്നത് മറ്റൊരു ബാധ്യത. നിസ്കാരം ഒഴിവാക്കുന്നത് കുറ്റം തന്നെ. ഇന്ന് സ്കൂളുകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത് നിസ്കാരമില്ലാത്ത കുട്ടികളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സക്കാത്ത് അവർ കൊടുത്തു വീട്ടുന്നില്ല.
കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളുകൾ, ബിസിനസ് നടത്തുന്ന ആളുകൾ, അവരെങ്ങാനും അവരുടെ സക്കാത്തുകൾ മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാവങ്ങൾ ഉണ്ടാവില്ല, ദരിദ്രരുണ്ടാവില്ല, സാധു ജനങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിന്റെ ശരീഅത്ത് നിഷ്കർഷിച്ചിട്ടുള്ള സക്കാത്ത് കൊടുത്തു വീട്ടാത്തവരാണ് ഒരുപാട് ആളുകൾ. അങ്ങനെ സക്കാത്ത് വീട്ടാത്തൊരു കാലം വരും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലാതെ കരയുകയാണ്. വയുതഫിഫൂനൽ മിക്യാൽ, അവരളവിലും തൂക്കത്തിലും മറിമായം നടത്തും. സാധനങ്ങൾ വെക്കുമ്പോ, അതിന്റെ തൂക്കമെടുക്കുമ്പോ, അളവെടുക്കുമ്പോ നുണ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് സ്ക്രീനിൽ അതിനു വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി കള്ളക്കച്ചവടം നടത്തുന്ന രൂപം അത് വല്ലാതെ വ്യാപകമാകും. വയജൂറു സുൽത്താൻ, ഭരണാധികാരികൾ അക്രമം കാണിക്കും. പ്രത്യേകിച്ച് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇന്ത്യൻ ഭരണകൂടം മുസ്ലിമീങ്ങളോട് കാണിക്കുന്ന അനീതി എത്രത്തോളമാണ്. പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന്, പുതിയ സാങ്കേതിക തത്വങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിപരമായി, യുക്തിപരമായി മുസ്ലിം സമുദായത്തെ അരികുവൽക്കരിക്കാനുള്ള ശ്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബദരീങ്ങളെ ബറക്കത്തുണ്ട് അതിൽ നിന്നൊക്കെ എല്ലാ മുസ്ലിമീങ്ങൾക്കും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. വയജൂറു സുൽത്താൻ, അധികാരികൾ അക്രമം കാണിക്കുന്ന ഒരു കാലം. വയഹ്കുമൂന ബിൽ ബാത്തിൽ വൽ ഖുസ്റാൻ, അനീതിയായിരിക്കും അവരുടെ തത്വം. നീതി കൊണ്ട് അവർ ഭരണം നടത്തില്ല, അനീതിയാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. വയശ്ഹദൂന ബിസ്സൂർ, അവർ കള്ളസാക്ഷി പറയും. വോട്ടിംഗ് മെഷീനിൽ കുതന്ത്രം നടത്തി ആളുകളുടെ വോട്ട് ചോർച്ച നടത്തിയത് നമുക്കറിയാം. വോട്ടിംഗ് പട്ടികയിൽ നിന്ന് കമ്മീഷൻ ആളുകളുടെ പേരൊഴിവാക്കിയത് ഈ ഗണത്തിൽപ്പെടുത്താം. ബാത്തിൽ കൊണ്ടും ഹുസ്റാന് കൊണ്ടും ആണ് അവർ വിധി നടത്തുന്നത്, അനീതിയാണ് ചെയ്യുന്നത്, കള്ളസാക്ഷിയാണ് പറയുന്നത്. വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തി, തിരുമറി നടത്തി, മറിമായം നടത്തി ചെയ്ത ആളുകളുടെ വോട്ട് തന്നെ ക്യാൻസലായി പോകുന്ന അവസ്ഥ. അത് യശ്ഹദൂന ബിസ്സൂറാൻ, കള്ളസാക്ഷി പറയലാണ്. അങ്ങനെ ഒരു കാലം വരും. വയശ്റബൂനൽ ഖുമൂർ, കള്ളുകുടി, ലഹരിയുടെ ഉപയോഗം അത് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലം. ഇന്നൊക്കെ എത്രത്തോളം ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇന്ന് പേപ്പർ നോക്കുമ്പോ തലക്കടത്തൂരിൽ വീടിനോടടുത്തൊരു ഷെഡിൽ നിന്ന് ഹാൻസിന്റെ ചാക്കുകൾ പിടികൂടി എന്ന് വായിക്കാൻ സാധിച്ചു. ഇതൊക്കെ ആർക്കുള്ളതാണ്? നമ്മുടെ മക്കൾക്ക്. നമ്മുടെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന, നമ്മുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറി ഒരുപാട് സമയം അങ്ങാടിയിലും മറ്റുള്ള ആളുകളുടെ ഇടയിലും ക്യാമ്പസുകളിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ക്യാമ്പസുകൾ ലഹരിക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. അധ്യാപകരെ കൊണ്ട് തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് വളർന്നു പന്തലിച്ചു. സ്കൂളിലേക്കും ക്യാമ്പസുകളിലേക്കും പോകുന്ന കുട്ടി വിജ്ഞാനത്തിന് വേണ്ടിയല്ല പോകുന്നത്. ഇപ്പൊ പുതിയ കാലത്ത് ചില കുട്ടികൾ അന്തള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്കൂളിലും ക്യാമ്പസുകളിലും പോകാതെയും വീട്ടിലിരുന്ന് പഠിച്ചാലും മറ്റുള്ളവരെക്കാൾ ഉന്നത സ്ഥാനത്തെത്താമെന്നും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളർഷിപ്പോടുകൂടെ പഠനം നടത്താമെന്നും ചെറിയ 9ാം ക്ലാസ്സുകാരനായ കുട്ടി ഇപ്പൊ തെളിയിച്ചു. സ്കൂളുകളിലും ക്യാമ്പസുകളിലും പോകുന്ന പഠിക്കാനല്ല, വേണ്ടാത്തരങ്ങൾ, അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ മദ്രസകളിൽ നിന്ന് ചെയ്യരുതേ എന്ന് പഠിച്ച ഉസ്താദുമാര് പഠിപ്പിച്ച, മാതാപിതാക്കൾ അത് ചെയ്യരുത് മോനെ എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് രാവിലെ 9 മണി മുതൽ അസർക്ക് വൈകുന്നേരം 4 മണി വരെ. ഇതിനാണ് സ്കൂളുകളും ക്യാമ്പസുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല അധ്യാപകന്മാരും അതിന് സപ്പോർട്ടാണ്, പല മാനേജ്മെന്റും അതിന് സപ്പോർട്ടാണ്. ഇനി അവർ സപ്പോർട്ട് അല്ലെങ്കിൽ തന്നെ അവരെ കൊണ്ട് തടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇതിന്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം വർദ്ധിക്കുന്ന ഒരു കാലം, സ്വവർഗ ലൈംഗികത വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലം. ഇന്ന് കുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പെൺകുട്ടികൾ പറയുന്നത് പഠിക്കണം എന്നാണ്. പക്ഷേ അത് ഇബ്ലീസ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. അങ്ങനെ കുറച്ചു കാലം പഠനം കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ആ പഠനത്തിന് ഇടയിൽ വെച്ച് അവർ ഏതെങ്കിലും ഒരു പുരുഷനുമായി സൗഹൃദം സ്ഥാപിക്കപ്പെടും. അവർ തമ്മിൽ ലൈംഗിക ബന്ധങ്ങളുണ്ടാകും. അതിൻ്റെ പേരാണല്ലോ വ്യഭിചാരമെന്ന്. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പറയും
എനിക്കിങ്ങനെ ഒരാളുണ്ട്, അയാളുമായി കല്യാണം പിന്നെ ശർഈയ രൂപത്തിൽ നിക്കാഹ് ചെയ്തു കൊടുക്കും. ഈ നിക്കാഹിന്റെ മുമ്പ് അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിക്കാഹ് എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താണ്. ആ സുന്നത്തിന് മുമ്പ് നടന്നത് ഒരു ഹറാമാണ്. അതോടുകൂടെ ഇനി ആ കുടുംബ ബന്ധത്തിൽ ബറക്കത്തുണ്ടാവില്ല, ആ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ല. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവിന് കഴിയില്ല, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയില്ല. എന്നും പിണങ്ങിയും ദേഷ്യം പിടിച്ചും വാശി പിടിച്ചും ചീത്ത പറഞ്ഞും പരസ്പരം കലഹിച്ചും ആയുസ് തീർക്കാനുള്ള സംവിധാനമാണ് നേരത്തെ പറഞ്ഞു വെക്കുന്ന, നേരത്തെ കുട്ടികൾ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഇത്തരം കല്യാണങ്ങളൊക്കെ. അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയിൽ ഒരു ബറക്കത്തുണ്ടാവില്ല, ആ കുട്ടി നിസ്കരിക്കൂല, ആ കുട്ടി നോമ്പെടുക്കൂല, ആ കുട്ടിയുടെ പേര് മുസ്ലിമിന്റെ പേരാണ്, പക്ഷെ ആ കുട്ടിയുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാവില്ല. കാരണം ഇത് നിർമ്മിച്ച ഫാക്ടറി അത് കേടായിരുന്നു, അതിന്റെ അസ്ല് കേടായിരുന്നു, അതിന്റെ അടിസ്ഥാനം കേടായിരുന്നു. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആൺകുട്ടികൾ ആൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കുന്നു, പെൺകുട്ടികൾ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കുന്നു. വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി കല്യാണം മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹറാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ശരീഅത്ത് വിലക്കിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലമൊക്കെ നല്ല ശമ്പളം വാങ്ങാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ മറ്റേയാൾ വരാൻ സാധ്യത ഉണ്ടല്ലോ. ആര്? ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിലേക്ക് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയി വെച്ചാൽ ബാക്കി അള്ളാഹുവിന്റെ മലായിക്കത്ത് കൈകാര്യം ചെയ്തുകൊള്ളും. അപ്പൊ മനസ്സിലാവും എന്തിനാണ് പഠിച്ചത്, എന്തിനാണ് ശമ്പളം വാങ്ങിയത്, എന്തിനാണ് വിവാഹം വൈകിപ്പിച്ചത്, എന്തിനാണ് ഹറാം ചെയ്തത്, എന്തിനാണ് വ്യഭിചാരം നടത്തിയത്, എന്തിനാണ് മാതാപിതാക്കളെ ധിക്കരിച്ചത്. എല്ലാം തിരിയുന്നൊരു കാലമാണ് മരണശേഷം. ഫൈദാ മാതു ഇൻദബഹു, മരിച്ചതിന് ശേഷമാണ് ബോധം വരിക എന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. വയഅകുലൂന റിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പലിശ തിന്നും. പലിശ ഇന്ന് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പലിശയാണ്. സാധനങ്ങൾ വാങ്ങും, ഇൻസ്റ്റാൾമെന്റ് ആയി വാങ്ങും, അത് പലപ്പോഴും പലിശയായിട്ടാണ് സംഭവിക്കുന്നത്. മൊബൈൽ ഫോൺ വാങ്ങും, പലപ്പോഴും പലിശയായിട്ടാണ് സംഭവിക്കുന്നത്. എല്ലാം പലിശ. പലിശ ഒരു വിഷയമല്ലാതെയായി മാറിയ ഒരു കാലം. വയുഹിബ്ബൂനൽ ഖനാ, ആഖിറു സമാന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. പാട്ട് അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്, മ്യൂസിക്കുകൾ വല്ലാത്ത ഇഷ്ടമാണ്. ഒരു കല്യാണത്തിന് പോയാൽ മ്യൂസിക് ഇല്ലാത്ത കല്യാണം അതെന്തൊക്കെയോ ഒരു കുറവ് ഉള്ള പോലെ, എന്തോ ഒരു കുറവുള്ളത് പോലെ ആളുകൾക്ക് തോന്നും. അവര് മ്യൂസിക് ഇടും, ഹറാമായ മ്യൂസിക്, സംഗീതം, ആ മ്യൂസിക്കുകൾ നടത്തും. അല്ലെങ്കിൽ ഗാനമേളകൾ, കല്യാണത്തിന് പെൺകുട്ടികൾ വന്ന് സ്റ്റേജിൽ കയറി ആവശ്യമില്ലാത്ത പാട്ടുകൾ, ശർഅ പ്രോത്സാഹിപ്പിക്കാത്ത പാട്ടുകൾ, ആ പാട്ടുകൾ ഇങ്ങനെ പാടി മ്യൂസിക് ഇട്ട് ചാടി കളിച്ച് യുഹിബ്ബൂനൽ ഖനാ, അവര് പാട്ടും സംഗീതവും മ്യൂസിക്കും ഇഷ്ടപ്പെടും. അത് ആഖിറു സമാന്റെ അടയാളമാണ്. വതഖില്ലുൽ അമാനാത്ത്, വിശ്വസ്തത കുറഞ്ഞു, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. സാമ്പത്തികമായി സൂക്ഷ്മത ഉള്ളോൻ, കൊടുത്താല് കൃത്യസമയത്ത് തരുന്നോൻ നാട്ടിൽ വളരെ ചുരുക്കായിരിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ നാട്ടിൽ വളരെ ചുരുക്കായിരിക്കും. വതക്സുറുൽ ഖിയാനാത്ത്, ചതിയും വഞ്ചനയും വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലം. എന്നാലോ വയഫ്തഖിറൂന ബിനസബിൽ ആബാഇ വൽ ഉമ്മഹാത്ത്, അപ്പാരെ ഉമ്മമാരെ തറവാട് പറഞ്ഞ് അവരെങ്ങനെ അഭിമാനിക്കും. ഞാൻ ആ കുടുംബമാണ്, ഞങ്ങൾ മറ്റേ കുടുംബമാണ്, ഞങ്ങൾ വലിയ ഫാമിലിയാണ്. അതുകൊണ്ട് മരിച്ചാല് കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ പറയണം. എന്തേ? അയാൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, അയാൾ വലിയ കുടുംബമാണ്, വലിയ കുടുംബമായതുകൊണ്ട് അയാളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം. ഇങ്ങനെ ഞാൻ മറ്റേ കുടുംബമാണ്, ഞാൻ ഈ കുടുംബമാണ്, എൻ്റെ വാപ്പ അങ്ങനെയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇതൊന്നും ആഖിറത്തിൽ ഉപകരിക്കാത്ത കാര്യമാണ്. ആഖിറത്തിൽ തറവാടല്ല, ആഖിറത്തിൽ ഉമ്മയും അപ്പയും അല്ല പ്രശ്നം, നമ്മൾ ചെയ്ത അമലുകളാണ് പ്രശ്നം. നമ്മൾ എന്തെല്ലാം ചെയ്തു? പള്ളിയിൽ ശബ്ദ കോലാഹലങ്ങൾ വർദ്ധിക്കും,
തർക്കങ്ങൾ വർദ്ധിക്കും. പഴയ കാലത്തൊക്കെ പള്ളി എന്ന് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു പേടിയുള്ള സ്ഥലമാണ്. അള്ളാഹുവിന്റെ പേരിൽ എഴുതി വെക്കപ്പെട്ടൊരു സ്ഥലമാണല്ലോ പള്ളി. അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, അള്ളാന്റെ പെരയിൽ വന്ന് തർക്കിക്കാനും ഒച്ചയും പുളി ഉണ്ടാക്കാനും ആർക്കാ കഴിയുക? എല്ലാവർക്കും പേടിയാണ് പഴയ കാലത്തെ മുഅ്മിനീങ്ങൾക്കൊക്കെ. എന്നാ പുതിയ കാലത്ത് പള്ളിയിൽ തർക്കങ്ങളാണ്, പള്ളിയിൽ ഒച്ചയും പുളിയും ശബ്ദകോലാഹലങ്ങൾ പള്ളിയിൽ നിന്ന് ഉയരാൻ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താണ് തർക്കങ്ങൾക്ക് കാരണം? അത് വ്യക്തിവൈരാഗ്യങ്ങളാവാം, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളാവാം. അതൊക്കെ പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് തീർക്കുന്നത്. ചിലപ്പോൾ സംഘടനാപരമായ വ്യത്യാസങ്ങളാവാം. എന്തോ ആവട്ടെ, ഇതൊക്കെ പള്ളിയിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നു, പള്ളിയിൽ വെച്ച് ഒച്ചയും പുളി ഉണ്ടാവുന്നു. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വയഖില്ലു ഫീഹ റാക്കിഉ വസാജിദ്. അധികാരം പിടിച്ചെടുക്കാൻ എല്ലാവരും ഉണ്ടാവും. സെക്രട്ടറി ആവണം, പ്രസിഡന്റ് ആവണം, കമ്മിറ്റിയിൽ വരണം, ഇതിനൊക്കെ എല്ലാവരും ഉണ്ടാവും. നിസ്കരിക്കാൻ ഉണ്ടാവില്ല. സുജൂദിനും റുക്കൂഇനും ആളെ കിട്ടില്ല. പള്ളിയിൽ സാജിദും റാക്കിയും കുറയുന്നൊരു കാലം. എന്നാൽ പള്ളിന്റെ പേരിൽ അധികാര ശബ്ദം ഉയർത്താൻ എല്ലാവരും ഉണ്ടാവും. നിസ്കാരവും ഇബാദത്തും അതിന് ആളെ കാണൂല. സാജിദും റാക്കിയും പള്ളിയിൽ ഉണ്ടാവൂല. വലാ യുവഖിറു സഗീറുഹും കബീറഹും. ചെറിയവർ വലിയവരെ ബഹുമാനിക്കില്ല. ചെറിയവർ വലിയവരെ ബഹുമാനിക്കൂല. പണ്ടൊരു കാരണവർ വരുമ്പോ, തന്റെ വാപ്പാന്റെ പ്രായമുള്ള ഒരാൾ വരുമ്പോ കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ എണീറ്റെന്ന് ബഹുമാനിക്കും. തുണി മടക്കി കുത്തിയാൽ ആക്കൊന്ന് അയച്ച് നല്ല അദബില് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നേരെ തിരിച്ചാ, അത് അയച്ച് ഒന്നുകൂടി കയറ്റി കുത്തുക എന്നല്ലാതെ കുട്ടികൾക്ക് വലിയവരോടൊരു ബഹുമാനം ഇല്ലാത്ത കാലമാണ്. വലാ യർഹമു കബീറുഹും സഗീറഹും. വലിയ ആള് ചെറിയ ആളോട് എന്ത് കാണിക്കൂല? അദബ്. വലിയ ആള് ചെറിയ ആളോട് ഒരു കാരുണ്യം കാണിക്കൂല. കരുണയില്ലാത്ത കാലം. ജ്യേഷ്ഠന്റെ മകനാവാം, ഓനെ ഇഷ്ടല്ല. പെങ്ങളെ മകനാവാം, പെങ്ങളെ മക്കളാണ്, ഇഷ്ടല്ല. എന്റെ മകനും എന്റെ മക്കളും എന്റെ ഭാര്യയും ഇത് മാത്രമായി മനുഷ്യൻ കൂടിയിരിക്കുന്നു. കുട്ടികളോടൊരു വാത്സല്യം എന്ന് പറയുന്നത് ഇല്ലാത്ത കാലം വരും. സംസാരിച്ചാൽ നുണേ പറയൂ, സംസാരിച്ചാൽ നുണേ പറയുള്ളൂ. ആവശ്യത്തിനും പറയും, ഇല്ലാത്തിനും പറയും. വൽഗീബത്തവന്നമീമത്തഫാക്കിഹത്വം. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മറ്റുള്ളവന്റെ ഇറച്ചി തിന്നലാണ്, കുറ്റം പറച്ചിലാണ്. ഇൻ റഅൗ ഹഖ്ഖൻ തബിഉ. ഒരു സത്യം കണ്ടാൽ അതിന്റെ പിന്നാലെ ഇൻ റഅൗ ഹഖ്ഖൻ കരിഹു. സത്യം കണ്ടാൽ ഇഷ്ടപ്പെടൂല, സത്യത്തെ ഇഷ്ടപ്പെടൂല. സത്യം എന്താണെന്നല്ല നോക്കുക, ബാത്തിൽ കണ്ടാൽ അതിന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ കൂടാനുണ്ടാവും. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഇതിങ്ങനെ കരയാണ്. ഈ കരച്ചിലിന് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതാണ് ഇന്നില്ലാത്തത്? ഇന്ന് ഇല്ലാത്തത് ഏതാണ്? ഇപ്പൊ 10ഓളം കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഈ കാലത്ത് ആലോചിച്ചാണ് റസൂലുള്ളാഹി കരഞ്ഞത്. ഇതിലേതാണ് ഇപ്പൊ ഇന്നില്ലാത്തത്? എല്ലാം നമ്മുടെ കണ്ണിൽ വളരെ വൃത്തിയായി കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ നമ്മളൊക്കെ വേണ്ടത്? നമ്മളൊക്കെ മരണത്തിന് ഒരുങ്ങുക. ആഖിറു സമാന്റെ ഫിത്നകളിൽ പെടാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നത് മുഴുവൻ അതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ട്, അതൊക്കെ ഒരു സ്വാഭാവികമായി കണ്ടുകൊണ്ട്, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിച്ചുകൊണ്ടുള്ള ജീവിതം ആണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കെണിയാണ് പാപങ്ങൾ ചെറുതായി കാണുക, വലിയ തെറ്റുകളെ ചെറുതായി കാണുക. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണ്. ഇന്നെല്ലാവരും നല്ല മനുഷ്യന്മാരുടെ അവസ്ഥ ഞാൻ പറയുന്നത്. സ്കാരോ ഇബാത്തുള്ള നല്ല മുഅ്മിനീങ്ങൾ വരെ അത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവൂ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ളൂ നടക്കുക എന്ന് പറഞ്ഞ് ഇതിനെ നോർമലൈസ് ചെയ്യാണ്, ഇതിനെ ചെറുതാക്കി കാണുകയാണ്. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ വലിയ പാപമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഔറത്ത് മറക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ചും ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണല്ലോ. അങ്ങാടിയിലൂടെ ഒന്ന് പോയാൽ ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങൾ, അത് കാണാതെ ഒരാൾക്ക് മായിനങ്ങാടിയിൽ നിന്ന് മീശപ്പടി വരെ പോകാൻ കഴിയില്ല.
അത് വല്ലാത്തൊരു അപകടം തന്നെ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഒറ്റ പ്രാവശ്യം അറിയാതെ കണ്ണ് പോയാൽ അത് ജായിസാണ്, അതിന് കുറ്റല്ല. പക്ഷെ രണ്ടാമത് നോക്കിപ്പോയാൽ അത് ഇബ്ലീസാണ് രണ്ടാമത് നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. വീണ്ടും കണ്ണ് അതിലേക്ക് തന്നെ പറ്റിപ്പോവും. പറ്റിയതിന് ശേഷമായിരിക്കും ചിന്ത വരുന്നത്, ഇത് അള്ളാഹു വിലക്കിയ കാര്യമാണല്ലോ. ഇതിന് കാരണക്കാർ ആരാണ്? ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കളല്ലേ. നമ്മുടെ ഒരു പെൺകുട്ടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ട ഉമ്മമാർ, ഒരുപാട് ആളുകൾ, ഉമ്മമാര്, സഹോദരിമാർ ഇവിടെ വന്നിട്ടുണ്ട്. ചിന്തിക്കണം, നമ്മളൊരു കുട്ടി ഔറത്ത് മറക്കാതെ റോട്ടിലിറങ്ങി മീശപ്പടി, മൈനങ്ങാടി മുതൽ മീശപ്പടി വരെ നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. തല കൊടുത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, അവളുടെ വേഷം ഒരു കാഫിറിന്റെ വേഷമാണ്. ഔറത്ത് ശരിക്കും മറക്കാത്തത് കാഫിറിന്റെ നിയമമാണ്. കാഫിറിന് പ്രത്യേകിച്ച് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമല്ലല്ലോ. ഓല കണക്കിൽ ബാധകമല്ല, ശരിക്ക് ബാധകമാണ്. അപ്പോ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു കാഫിറിന്റെ വേഷമാണ് നമ്മളെ കുട്ടി ധരിച്ചിരിക്കുന്നത്. എന്താണ് കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടി ഇവിടെ മുതൽ മീശപ്പടി വരെ നടന്നു പോയാൽ എത്ര ആണുങ്ങൾ കാണും? എത്ര ആളുകൾക്ക് അതിൻ്റെ പേരിൽ കുറ്റം കിട്ടുന്നെന്ന് ആലോചിച്ച് നോക്ക്. നിസ്കരിക്കുന്ന ആളായിരിക്കും, നോമ്പ് വെൽക്കുന്ന ആളായിരിക്കും, ആ സാധു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയായിരിക്കും. പക്ഷെ നമ്മുടെ മക്കളെ ഔറത്ത് കണ്ട് ഇബ്ലീസ് അവനെ പേപ്പിച്ച് ഒരു വട്ടമല്ല രണ്ടാം വട്ടം ആ പെണ്ണിലേക്ക് അവൻ്റെ കണ്ണ് പതിച്ച് അതിൻ്റെ കുറ്റം അവന് വാങ്ങാൻ, അതോന ആ കുറ്റം വാങ്ങാൻ. ഈ കുറ്റം വാങ്ങാൻ കാരണം നമ്മുടെ പെൺകുട്ടികളെ ഔറത്ത് മറക്കാത്തതല്ലേ? ഔറത്ത് മറക്കാത്തതാണല്ലോ അതിന് കാരണം. ബഹുമാനപ്പെട്ട അസ്മാ ബിൻഹ, നമ്മളൊക്കെ കുട്ടികളെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഹബീബായ റസൂലുള്ളാഹിന്റെ സന്തത സഹചാരി സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മോളാണ് അസ്മാ ബിബി. ആയിഷ ബിവിയുടെ സഹോദരിയാണ്. ആ സുന്ദരിയായ അസ്മാ ബിബി പറയുന്നത്, കുന്ന നുഗത്തി വുജൂഹന മിനർ റിജാൽ, ആണുങ്ങളെ തൊട്ട് ഞങ്ങളെ മുഖങ്ങൾ മറക്കാറുണ്ടായിരുന്നു. ആണുങ്ങൾ വരുമ്പോൾ ഞങ്ങളെ മുഖങ്ങൾ മറക്കാറുണ്ടായിരുന്നു എന്ന് അസ്മാ ബീവി പറയാൻ. എന്താണ് ആ മഹതിയായ അസ്മാ ബീവിയും നമ്മളെ കുട്ടിയും തമ്മിൽ വ്യത്യാസം? അതിന് മറ്റേത് നല്ല തറവാടിയായ പെൺകുട്ടിയാണ്, മറ്റേത് ഇസ്ലാം മതം പരിശുദ്ധമായ ശരീഅത്ത് 100% ജീവിതത്തിൽ പാലിക്കുന്ന, പടച്ചോനെ പേടിക്കുന്ന, നാളെ മരിച്ചു ചെല്ലുമ്പോ ഈ ഔറത്ത് മറക്കാതെ കൈ വെളിവാക്കി നടന്നതിനും കാല് വെളിവാക്കി നടന്നതിനും ശരീരഭാഗങ്ങൾ പുറത്തു കാട്ടി നടന്നതിനും വിചാരണ ചെയ്യപ്പെടും എന്ന ബോധത്തിൽ ജീവിച്ച സ്ത്രീയാണ് അസ്മാ ബീവി. ബഹുമാനപ്പെട്ട സഫ്വാൻ ഉസ്സലമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ആയിഷാ ബീവിന്റെ അടുത്തു കൂടി നടന്നു പോകുമ്പോ പെട്ടെന്ന് സഫ്വാൻ ഉസ്സലമി ആയിഷാ ബീവിനെ കാണുകയാണ്. സ്വാഭാവികമായുള്ള കാഴ്ചയാണ്, കുറ്റമില്ലാത്ത കാഴ്ചയാണ്. ആദ്യമായിട്ട് കണ്ണ് പതിഞ്ഞ് ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചയാണ്. ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് ഇന്നാ ലില്ലാഹി പറയുക? ഒരു അപകടത്തിൽ പെടുമ്പോഴാണ്. ആദ്യമായി കണ്ടത് കുഴപ്പമില്ലെങ്കിലും ഇനിയും നോക്കിപ്പോയാലോ ഹറാമാണ്. ആയിഷാ ബീവി ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സഫ്വാൻ ഉസ്സലമി വരുന്നത് ആയിഷാ ബീവിന്റെ ധാരണയിലില്ല, അറിവിലില്ല. പെട്ടെന്നാണ് സഫ്വാൻ ഉസ്സലമി കടന്നു വരുന്നത്. കണ്ടപാടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ റോട്ടിലിറങ്ങി പറയണ്ടേ? എത്ര സ്ത്രീകളാ ഔറത്ത് മറക്കാതെ പോകുന്നത്? പറയേണ്ട ഒരു വാക്കാണ്. പടച്ചോനെ കാത്തോളണേ എന്നാണ് അതിനർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് സഫ്വാൻ ഉസ്സലമി പറഞ്ഞ ഉടനെ മഹദിയായ ആയിഷ പറയാൻ റളിയല്ലാഹു അൻഹ, ഫഖമ്മർതു വജ്ഹി, ഞാൻ ഉടനെ എൻ്റെ മുഖം മറച്ചു. ഇത് ഇസ്ലാമിന്റെ ദീനാണ്, പരിശുദ്ധമായ ശരീഅത്താണ്. നാളെ ചോദ്യം നേരിടാനുള്ളതാണ്, ഖബറിൽ ചെല്ലുമ്പോൾ ഉത്തരം പറയാനുള്ളതാണ്. ഔറത്ത് മറക്കാത്തതിന്റെ വിഷയം ഏറ്റവും വ്യാപകമായൊരു പ്രശ്നം. സ്ത്രീകളൊക്കെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. പെൺകുട്ടികൾ, ആൺകുട്ടികളാണെങ്കിൽ ഈ ലഹരി മറ്റു കേസിന്റെ പിന്നാലെയാണ് കുറെ ആളുകൾ. പെൺകുട്ടികളുടെ സ്വഭാവം, അവളുടെ ഭംഗി അവൾ പ്രകടാക്കി നടക്കുക. തുദ്ഹിറു സീന ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അവസാന കാലത്തുണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഔറത്ത് വെളിവാക്കി നടക്കുന്നു. വല്ലാത്ത അപകടം തന്നെ. അതുകൊണ്ട് എത്ര ആളുകൾക്ക് ഹറാമ് കിട്ടുന്നു, ആ പെണ്ണിനും ഹറാമ് കിട്ടുന്നു.
നാളെ മറ്റന്നാൾ എന്തെങ്കിലും ഒരു കാരണം വന്ന് മരിച്ചുപോയാൽ, അല്ലെങ്കിൽ അവധിയെത്തി മരിച്ചുപോയാൽ ഖബറിൽ വെച്ചുള്ള ചോദ്യവും മലായിക്കത്തിന്റെ ഇടിയും ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ വേണ്ടാത്തരം ചെയ്യാൻ ആർക്കും പിന്നെ ധൈര്യം വരൂല. മാതാപിതാക്കളല്ല ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ശരീരം മുഴുവൻ ഔറത്താണ്, മുഖവും മുൻകൈയും എല്ലാം അന്യപുരുഷന്മാരുടെ മുമ്പിൽ. ആരുടെ മുമ്പിൽ എന്നുള്ളത് പ്രധാന ഘടകമാണ്. ആങ്ങളും മങ്ങളും ആവുമ്പോ അങ്ങനെ ഉണ്ടാവില്ല, ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെ ഉണ്ടാവില്ല, വാപ്പി മകളും ആവുമ്പോ അങ്ങനെ ഉണ്ടാവില്ല, അമ്മായി വാപ്പാന്റെ മങ്ങളും ഒരു മകനും തമ്മിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അന്യപുരുഷന്മാരുടെ അടുക്കൽ ശരീരം മുഴുവൻ ഔറത്താണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇനി അതല്ലാത്ത ഒരു അഭിപ്രായം നമുക്ക് പിടിക്കാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മുഖവും മുൻകൈയും അല്ലാത്തതെല്ലാം ഔറത്താണ്. അപ്പൊ ഈ മുഖവും മുൻകൈയും അല്ലാത്തത് മറക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ മക്കളെ പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കേണ്ട പഠിപ്പിക്കൂല, അത് വല്ലാത്തൊരു പ്രശ്നമാണ്. 20 വയസ്സായതിനു ശേഷം കുട്ടി സ്കൂളിൽ പോയി കൂട്ടുകാരിൽ നിന്നൊക്കെ ഇത്തരം മോഡലുകൾ പഠിച്ചു വന്ന് വസ്ത്രം ധരിക്കുമ്പോൾ പറഞ്ഞാൽ ഇത് 5 വയസ്സിൽ പറയേണ്ടതാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ കർശന രീതികളിലാണ് കുട്ടികളെ വളർത്തേണ്ടത്. പ്രായപൂർത്തിയാകുന്നത് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 13-ലോ 14-ലോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ 12-ലായിരിക്കാം. ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ നിസ്കാരം ശീലിപ്പിക്കുന്നില്ലേ? 7 വയസ്സായാൽ നിസ്കാരം ശീലിപ്പിക്കണം. എന്തേ? അള്ളാഹു നാളെ രക്ഷപ്പെടണമല്ലോ, സ്വർഗത്ത് പോകണമല്ലോ. ഈ സുഖത്തിൽ ഇവിടെ ഇങ്ങനെ ആർമാദിച്ച് കിട്ടുന്നത് കൊണ്ട് ഉഷാറാക്കി തിന്ന് മുടിച്ച് ജീവിച്ചാൽ മതിയോ? നാളെ റബ്ബിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തണ്ടേ? ഇതല്ല മനുഷ്യന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതം ശരീഅത്തനുസൃതമായിരിക്കണം. അതിന് നിസ്കാരം കുട്ടിയെ ശീലിപ്പിക്കണം. 7 വയസ്സായാൽ നിസ്കാരം ശീലിപ്പിക്കണം എന്നാ. 10 വയസ്സായാൽ പിന്നെയും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രായപൂർത്തിയാകുന്നത്. പക്ഷെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം എന്നാ. നിസ്കാര കുട്ടിക്ക് നിർബന്ധമല്ല, പക്ഷെ ശീലിപ്പിക്കണം. ഇത് ഇസ്ലാമിന്റെ മര്യാദയുടെ രീതിയാണ്. ഇസ്ലാമിന്റെ രീതി ശീലിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ പെൺകുട്ടികള് ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഔറത്ത് മറയാത്ത വസ്ത്രം എടുത്തു കൊടുക്കും. 3 വയസ്സാവുമ്പോഴും 5 വയസ്സാവുമ്പോഴും 7 വയസ്സാവുമ്പോഴും അത് അവള് തലൊന്നും മറക്കണ്ട, അവള് മുഖൊന്നും മറക്കണ്ട, അവര് കൈയൊക്കെ കാലൊക്കെ കണ്ടോട്ടെ, ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചു കുട്ടികളെ ഈ ഔറത്ത് മറക്കാത്ത വസ്ത്രം ശീലമാക്കിയാൽ പിന്നെ അവർക്കിത് ഇടാൻ കഴിയൂല. അപ്പൊ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇതിൻ്റെയൊക്കെ സുഖം അവിടെ ആ പള്ളിക്കാട്ടിൽ ചെന്ന് കടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സുഖം ശരിക്കറിയും. മക്കളെ വളർത്തുന്നോർത്ത് മാതാപിതാക്കളിൽ നിന്ന് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ, ഹറാമിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, നാളെ ഈ കുട്ടി തന്നെ പറയും, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞില്ല ഔറത്ത് മറക്കാൻ, എൻ്റെ ഉമ്മ എന്നോട് കർശനമായി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറക്കുമായിരുന്നല്ലോ എന്ന് ഈ കുട്ടി പറയുമ്പോ ഇതിന് കൂടെ നിന്നുകൊടുത്ത, സോഷ്യൽ മീഡിയനെ ഉസ്താദാക്കിയ, സോഷ്യൽ മീഡിയയും വ്ളോഗർമാരും യൂട്യൂബർമാരും ഇമാമിയങ്ങളാക്കിയ ഉമ്മ കുടുങ്ങിപ്പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കത്തെഴുതി. സഅദ് നദല റളിയല്ലാഹു അൻഹു, നദല ബിൻ മുആവിയ, നദലയെ ഇറാഖിലെ ഹുൽവാനിലേക്ക് ഒന്ന് പറഞ്ഞയക്കണം, അവരവിടെ പോയി യുദ്ധം ചെയ്യട്ടെ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയാണ്. ഉമർ അല്ലാഹുവിന്റെ കത്ത് വന്നു. ഭരണം നടത്തുന്നത് ഉമർ അല്ലാഹുവിനാണ് മദീനയിൽ. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അതാ നദലയെ 300ഓളം പടയാളികളുടെ കൂടെ ഇറാഖിലേക്ക് യുദ്ധത്തിന് പറഞ്ഞേക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പോ വിജയിച്ചിരിക്കുന്നു. ഒരുപാട് ഗനീമത്തുകളുമായാണ് വരുന്നത്. അസർ നിസ്കാരത്തിനുള്ള സമയം കഴിയാറായി. സൂര്യൻ അസ്തമിക്കാനടുത്തു. ബഹുമാനപ്പെട്ട നദല റളിയല്ലാഹു അൻഹു കിട്ടിയ ഗനീമത്തുകള്, സമ്പത്തുകള് എല്ലാം ഒരു മലന്റെ ചോടെ എടുത്തു വെച്ച് പാത്തു വെച്ചുകൊണ്ട് അതാ മലയിൽ മലയുടെ അടുത്തുനിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കുകയാണ്. ഈ ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ മലയിൽ നിന്നൊരു ശബ്ദം,
കബ്ബർത കബീറൻ യാ നദല. നദല, നിങ്ങൾ വലിയോനെ തന്നെയാണ് വലിയോനാക്കിയത്. യഥാർത്ഥത്തിൽ ആരാണോ വലിയവൻ അവനെ തന്നെയാണ് നിങ്ങൾ വലിയവനാക്കിയത്. പിന്നെ ബാങ്കിന്റെ അടുത്ത കലിമത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ശബ്ദം വീണ്ടും കേൾക്കുന്നു, നദല, നിങ്ങൾ തൗഹീദിന്റെ വചനമാണ് പറഞ്ഞത്. അടുത്ത വാക്ക് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം പറയുന്നു, പ്രവാചകൻ സത്യപ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് സത്യമായാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന്. പ്രവാചകന്റെ മതം സത്യമായ മതമാണ്. ആ പ്രവാചകന്റെ അവസാന കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇറാഖിന്റെ ഹുൽവാനിന്റെ മലനിരകളിൽ നിന്ന് കേട്ട ശബ്ദം. ബഹുമാനപ്പെട്ട നദല റളിയല്ലാഹു അൻഹു അടുത്ത വചനം പറഞ്ഞു, ഹയ്യ അലസ്സലാഹ്. അത് പറഞ്ഞപ്പോൾ വീണ്ടും മലയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, ഒരശരീരി, ആളെ കാണുന്നില്ല. തൂബാ ലിമൻ മശാ ഇലൈഹാ. നിസ്കാരത്തിലേക്ക് നടന്നു പോയവന് സന്തോഷം. വവാളബ അലൈഹാ. നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയ ബാധ്യതയല്ലേ, അത് വിട്ടൊഴിവാക്കാതെ പതിവാക്കിക്കൊണ്ടു നടന്നവന് നാളെ സന്തോഷം 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 വരാനുണ്ട്. ഹയ്യ അലൽ ഫലാഹ് എന്ന് ബാങ്കിന്റെ കലിമത്ത് പറഞ്ഞപ്പോ അഫ്ലഹ മൻ അജാബ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉത്തരം നൽകിയവർ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇഖ്ലാസോടുകൂടെ നിങ്ങൾ തൗഹീദിന്റെ വചനം വീണ്ടും വീണ്ടും ശക്തമായി ഉറച്ചു പറഞ്ഞിരിക്കുന്നു നദല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അല്ലാഹു നരകത്തിന് ഹറാമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ബാങ്ക് കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറയാ, ഹിജറ 500 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് കാണാം. സ്വഹാബികൾ പറയാണ്, ഞങ്ങള് ഇത് കേട്ടപ്പോ, സ്വഹാബികളും താബിയങ്ങളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില്, ഈ ശബ്ദം കേട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ നീച്ചിട്ട് ആളെ കാണുന്നൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മൻ അന്ത് യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആരാണ് നിങ്ങൾ എന്നും ചോദിച്ചു. ആ മലക്കുൻ, നിങ്ങൾ മലക്കാണോ? അം സാക്കിറും മിനൽ ജിൻ, അതല്ല ജിന്നുകളിൽപ്പെട്ട ഇവിടെ താമസിക്കുന്ന ആളാണോ? അം മിൻ ഇബാദില്ലാഹ്, അതല്ല സാധാരണ ഞങ്ങളെ പോലെയുള്ള ഏതെങ്കിലും ആളാണോ എന്ന് ചോദിച്ചു. സമിഅനാ സൗതക ഫഅരിനാ സൂറതക, ഞങ്ങൾ നിങ്ങളുടെ ശബ്ദം കേട്ടു, പക്ഷെ നിങ്ങൾ ആളെ കണ്ടില്ല, ആളൊന്ന് കാണട്ടെ. ഫഇന്നാ വഫ്ദുല്ലാഹി വവഫ്ദു ഉമർ ഇബ്നുൽ ഖത്താബ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പ്രതിനിധികളാണ്, അതുകൊണ്ട് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞപ്പോ ആ മലയിൽ നിന്നൊരു ആള് പ്രത്യക്ഷപ്പെട്ടു. താടിയും മുടിയൊക്കെ നിരച്ച ഒരാൾ. അലൈഹി തിമ്രാനി മിൻ സൂഫിൻ, കമ്പിളി രോമങ്ങൾ, രോമക്കുപ്പായം, പഴയതും നുരുമ്പിയതുമായ 2 രോമക്കുപ്പായം ധരിച്ച ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു തല പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹാബത്ത് പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മൻ അന്ത്, ആരാണ് നിങ്ങൾ? ഈ സംഭവം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ പ്രത്യക്ഷപ്പെട്ടയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സംഭവം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. കത്തെഴുതുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അയാളെ ഒന്നുകൂടി പോയി കാണണം, എന്നിട്ട് എൻ്റെ സലാം മൂപ്പരോടൊന്ന് പറയണം. മൂപ്പർ ഇങ്ങോട്ട് സലാം പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ സലാം നിങ്ങൾ മൂപ്പരോട് പോയി പറയണം, ഇറാഖിലേക്ക് നിങ്ങൾ ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചില ആളുകളെ, ജിന്നാവാം മനുഷ്യനും ആവാം, ആ ഇറാഖിന്റെ ഹുൽവാൻ മലനിരകളിൽ അവിടെ ഇരിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത്, എന്നിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് അല്ലാഹു ഉയർത്തപ്പെട്ടത്. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് വീണ്ടും വരുമ്പോ അപ്പോൾ ഇവരൊക്കെ ഹാജരാവും. അതുവരെ അവിടെ ഉണ്ടാവണം എന്ന് വസിയ്യത്ത് ചെയ്ത
ഒരുപാട് ആളുകളുണ്ട്, ജിന്നുകളാവാം മനുഷ്യരും ആവാം. അങ്ങനത്തെ ചില ആളുകളുടെ സംഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈസാ നബിയുടെ പ്രതിനിധിയായിരിക്കും, മനുഷ്യനാവാം. ഏതായാലും എൻ്റെ സലാം അവരോട് നിങ്ങൾ പറയണമെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കണം. അപ്പൊ അദ്ദേഹത്തോട് ഇവർ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം പേര് പറഞ്ഞു കൊടുത്തു. പേരന്ന് അറബികൾക്കൊന്നും ആ നാട്ടിൽ പ്രചാരത്തിലില്ലാത്തതും മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാത്തതുമായ ഒരു പേരാണ്. സരീബ് ബിനു ബർസംല എന്നാണ് എൻ്റെ പേര്. വസിയുൽ അബ്ദി സാലിഹ് ഈസ ബിൻ മറിയം, മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം, വസിയത്ത് പ്രകാരം ഇവിടെ കൂടിയവരാണ് ഞാൻ. അസ്കനനി ഹാദൽ ജബൽ, എന്നോട് ഇവിടെ പാർക്കാനാണ് പറഞ്ഞത്. വദആലി ബിതൂലിൽ ബഖാഇ ഇലാ നുസൂലിഹി മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന് ഈസാ നബി വരുന്നവരെ ഇവിടെ നിൽക്കണം, അതുവരെ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അള്ളാഹിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാർന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി വരും, ഇവിടെ ക്രിസ്ത്യാനികൾ പറഞ്ഞ ആശയങ്ങൾ മുഴുവൻ തല്ലി തകർത്ത് പന്നിയെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊന്നുകളയും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിനെ തച്ചുടക്കും. അങ്ങനെ സംശുദ്ധമായ പ്രവാചകന്റെ ആ ശരീഅത്ത് തന്നെ ഇവിടെ സ്ഥാപിക്കും. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെ കാണാൻ പറ്റിയില്ലെങ്കിലും ഉമർ ഉണ്ടല്ലോ, ഉമറിനോട് എൻ്റെ സലാം പറയണേ എന്നീ മനുഷ്യൻ പറയണം. ഒരു കാര്യം കൂടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയണം. യാ ഉമറു സദ്ദിദ് വഖാരിബ് ഫഖദ്ദനൽ അംറു, ബഹുമാനപ്പെട്ട ഉമറെ, സദ്ദിദ് വഖാരിബ്, ശ്രദ്ധയോടുകൂടെ നടക്കണം, എപ്പോഴും സത്യത്തെ പിന്തുടരണം, ഇസ്തിഖാമത്തിനെ പിന്തുടരണം, ഓവറാക്കണ്ട, കുറയുകയും വേണ്ട, മിതമായ രൂപത്തിൽ സ്വീകരിക്കണം, ഇസ്തിഖാമത്തിലായി നിലനിൽക്കണം ഉമറെ എന്ന് ഉമറിനോട് റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുക്കാൻ. ഫഖദ്ദനൽ അംറു, അൽ അംർ, അള്ളാഹുവിന്റെ തീരുമാനം വന്നിരിക്കുന്നു, അത് അടുത്തിരിക്കുന്നു എന്ന് പറയാം. അൽ അംർ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ. ഈ ഖിയാമത്ത് നാൾ ഇതാ വരാനായിരിക്കുന്നു. എന്നിട്ട് വഅഖ്ബിറൂ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്ത്? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇദാ ളഹറത് ഫീ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ ഹറബൽ ഹറബ്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഓടിക്കോളണം. ഓടിക്കഴിച്ചിലാവുക എന്ന് പറഞ്ഞാൽ ഇതിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കുക. ഞാനീ പറയാൻ പോണ കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ പ്രകടമായാൽ ഫൽ ഹറബ് അൽ ഹറബ്, ഓടിക്കൊള്ളണം. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് ഈ പറയുന്നത്. ഓടിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ സ്ത്രീകൾ, പെൺകുട്ടികള് ഔറത്ത് മറക്കാതെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുള്ള ഒരു ആലിം അൻവർ അബ്ദുള്ള അൽ ഫദ്ഫരി, അദ്ദേഹം സൗദിയിൽ ദർസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം പ്രായമായി, മക്കൾ പറഞ്ഞു നിങ്ങൾ ഇനി നാട്ടിലേക്ക് പോന്നോളി, ഇനി ജോലിക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാരണം, ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല, കാരണം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ പള്ളിയും എൻ്റെ റൂമൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഈ ഹറാമ് കാണേണ്ട അവസ്ഥ വരുന്നില്ല. നാട്ടിൽ വന്നാൽ കല്യാണത്തിന് പോകണം, മരിച്ചോടത്തേക്ക് കൊണ്ടുവരും, സൽക്കാരത്തിന് കൊണ്ടുവരും, സാധനങ്ങൾ വാങ്ങാൻ കൊണ്ടുവരും, ഇതിനൊക്കെ അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹറാമ് കണ്ടിട്ട് അവസാനം ഇത്രയും കാലം നന്മകൾ ചെയ്ത് കനം കൂട്ടിയ തിന്മകളുടെ കനം തൂങ്ങിയാണ് അവൻ മരിച്ചു കൊണ്ടുവരും. അവിടെ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല. അതാണ് അൽ ഹറബ് അൽ ഹറബ്. ഈ അവസ്ഥ വന്നാൽ ഓടിക്കൊള്ളണം എന്ന് മാന. എന്താണ് ആ കാര്യങ്ങൾ? എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആണുങ്ങളെ കൊണ്ട് കല്യാണം ആണുങ്ങളെ കൊണ്ട് ആവശ്യം തീരുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാൾ തന്നെ എന്ന്. അങ്ങനെ കല്യാണം കഴിക്കുന്ന പ്രത്യേക പേരുണ്ട്, ഗേ. അപ്പൊ അത് പ്രത്യേക അഡ്രസ്സായി, ഒരു പ്ലാറ്റ്ഫോമായി. ഇനി ആര് അതങ്ങനെ ചെയ്യുകയാണെങ്കിലും അവരെ സപ്പോർട്ട് അതിനുണ്ടാവും. സമൂഹത്തിനൊന്നും
പ്രതിഷേധിക്കാൻ പറ്റൂല, മതത്തിന് പ്രതിഷേധിക്കാൻ പറ്റൂല, നേതാക്കന്മാർക്ക് പ്രതിഷേധിക്കാൻ പറ്റൂല, മാതാപിതാക്കൾക്ക് പ്രതിഷേധിക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണും കല്യാണം കഴിച്ച് അതിന് പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു. അതൊരു അംഗീകരിക്കപ്പെട്ട തത്വമായി പൊതുസമൂഹത്തിന്റെ ഇടയിൽ അംഗീകരിക്കപ്പെട്ട തത്വമായി മാറി ഗേ. രണ്ടാമത്തെ വന്നിസാവു ഭിന്നിസാവ്, പെണ്ണുങ്ങളെ കൊണ്ട് ആവശ്യം തീരുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക. അതും ഇന്ന് സമൂഹത്തിൽ പ്രത്യേക പേരും പദവിയും നൽകി ആകർഷണീയമാക്കി അവരെ ഇന്റർവ്യൂ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ എന്തോ സംഭവമാണെന്ന് കാണിച്ചു കൊടുത്ത് പുതിയ തലമുറ പെൺകുട്ടികളൊക്കെ ഇതും തിരക്കേടില്ലല്ലോ, എന്തിനാ ഒരാണിന്റെ കീഴിൽ ഇങ്ങനെ ജീവിക്കണ്, പെണ്ണും ആയാൽ കുഴപ്പമില്ല, അങ്ങനെ കല്യാണം കഴിച്ചു പോകുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുണ്ട്. ലെസ്ബിയൻ എന്നാണ് ആ വർഗത്തിന്റെ പേര്. വന്തസബൂയില ഗൈരി മനാസിബിഹിം പറയപ്പെടുക. ഇത്തരക്കാരെ പറയപ്പെടുന്നത് വാപ്പ ഉമ്മയിലേക്ക് ചേർത്തല്ല എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നപുംസക എന്ന് പറയുന്ന വർഗത്തിൽ, ഹുൻസകളുടെ വർഗത്തിൽ അച്ഛനായി ഒരാളെ, പുതിയ ഒരാളെ ഉപ്പയായി സ്വീകരിക്കുന്നു, പുതിയ ഒരാളെ ഉമ്മയായി സ്വീകരിക്കുന്നു, പുതിയ ഒരാളെ മകനായി സ്വീകരിക്കുന്നു, പുതിയ ഒരാളെ മകളായി സ്വീകരിക്കുന്നു എന്ന സിസ്റ്റം തന്നെ നിലവിലുണ്ട്. അപ്പൊ അവർ യഥാർത്ഥത്തിൽ ചേർക്കപ്പെടേണ്ട മാതാപിതാക്കളിലേക്കല്ലാതെ അവരെ ചേർക്കപ്പെടുന്നു. അങ്ങനെ ഒരു കാലം വരും. ആ കാലം വന്നു കഴിഞ്ഞാൽ ഓടണം. വലം യർഹം കബീറുഹും സഗീറഹും, വലിയവർ ചെറിയവരോട് കരുണ കാണിക്കില്ല, ചെറിയവർ വലിയവരോട് ബഹുമാനം കാണിക്കില്ല. വതുരിക്കൽ അംറു ബിൽ മഅറൂഫി ഫലം യുഅ്മർ ബിഹ്, നന്മകൾ കൊണ്ട് കൽപ്പിക്കപ്പെടില്ല. അങ്ങനൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പത്തെ കാലത്ത് പറയാൻ പറ്റില്ല എന്ന് ആര് പറയും? ബന്ധപ്പെട്ട ആളുകൾ പറയും. അന്ന് ഇപ്പത്തെ കാലത്ത് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അംറും ബിൽ മഅറൂഫ്, തന്റെ ശരീരത്തിനും സമ്പത്തിനും കേടും ബുദ്ധിമുട്ടും വരൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അംറും ബിൽ മഅറൂഫ് നിർബന്ധമാണ്. വേണ്ടാത്തൊരു കാര്യം കണ്ടാൽ പറയണം. പറയേണ്ടവർ പറയാതിരുന്നാൽ പറയാത്തതിന്റെ പേരിൽ കുറ്റം കിട്ടുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു വലിയ ഗൗരവത്തിൽ പറഞ്ഞ വിഷയ. കല്യാണ സദസ്സുകളിലൊക്കെ വേണ്ടാത്തരം നടക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന നിങ്ങളെപ്പോലെയുള്ള മജ്‌ലിസ് നൂറിന് വരുന്ന, നിസ്കാരത്തിന് വരുന്ന, നിങ്ങളെ ബാധ്യത നിറവേറ്റാനാണെങ്കിലും അതൊന്ന് പറയണം. അത് പറയൽ നമ്മുടെ ബാധ്യതയാണ്. ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നല്ല നോക്കേണ്ടത്, അള്ളാഹു എന്ത് വിചാരിക്കുന്നു അല്ലേ നോക്കേണ്ടത്. അള്ളാഹിനല്ലേ പേടിക്കേണ്ടത്, സൃഷ്ടികളെ പേടിക്കുന്നത് എന്തിനാണ്? പറയേണ്ടത് നമ്മളത് പറയണം. തുരിക്കൽ അംറു ബിൽ മഅറൂഫി ഫലം യുഅ്മർ ബിഹി തുരിക്കൻ നഹ്യു അനിൽ മുൻകർ, വേണ്ടാത്തൊരു കാര്യം കണ്ടാൽ അത് ചെയ്യല്ലേ മോനെ എന്ന് ഉപദേശം ആരും കൊടുക്കില്ല. അപ്പൊ ഇത് വേണ്ട വൃത്തികളൊക്കെ ഇങ്ങനെ സുഖമായി ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ അതൊക്കെ അങ്ങനെ രസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലം യുൻഹാൻ, തമ്മാടിത്തരത്തിനെ വിലക്കാൻ ആളില്ല. വയതഅല്ലമു ആലിമുഹും അൽ ഇൽമ ലിയജ്ലിബ ബിഹി അദ്ദറാഹിമ വദ്ദനാനീർ. പണ്ഡിതന്മാർ മതം പറയുന്നത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയായിരിക്കും, ദിർഹമും ദീനാറും ശേഖരിക്കാൻ വേണ്ടിയായിരിക്കും പണ്ഡിതന്മാർ മതം പറയുന്നത്. ആ ഒരവസ്ഥ വരും. എല്ലാവരും അങ്ങനെ നല്ല, അങ്ങനെ പറയുന്നൊരു പണ്ഡിത വ്യൂഹം വരും. ദിർഹമും ദീപാദിക്കലാണ് അവരുടെ ലക്ഷ്യം. മാതാപിതാക്കളുടെ ലക്ഷ്യം അതായിക്കണ്. കുട്ടിനെ ഹിഫ്ള് പഠിപ്പിച്ചാൽ, പണ്ടൊക്കെ കുട്ടിനെ ഹിഫ്ള് പഠിപ്പിച്ചാൽ ആ കുട്ടിന്റെ ഹിഫ്ള്, ആ ഖുർആനോദി കുട്ടി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ വത്ലുൽ ഖുർആന തർഖ, ഖുർആനോദി ഇങ്ങനെ കയറിപ്പോയിക്കോന്ന് അല്ലാഹു പറയുമ്പോ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യും. എനിക്കെന്റെ മോന് ശുപാർശ ചെയ്യും, എനിക്കെന്റെ പേരക്കുട്ടി ശുപാർശ ചെയ്യും, ആഖിറത്തിൽ രക്ഷപ്പെടും. ഈ നിയ്യത്തിലാണ് മക്കളെ ഹിഫ്ള് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് പണ്ട് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഹിഫ്ള് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, സൗദി അറേബ്യയിൽ ഇമാമാവാം, ഹറമിൽ ഇമാമാവാം, വലിയ വലിയ പള്ളിയിൽ GCC കൺട്രീസിൽ ഇമാമാവാം. ആ ലക്ഷ്യത്തിന് വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയും ഇന്നുണ്ട്. അപകടം തന്നെ. വക്കാനൽ മതറു ഖൈള, മഴ വളരെ കുറയും, വല്ലാത്ത ചൂട്, ഇപ്പോഴും ചൂട്. വൽ വലദു ഖൈള, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കൂല, അവർക്ക് വല്ലാത്ത വെറുപ്പാണ്. മാതാപിതാക്കളോട് വെറുപ്പ്. അവരാ പഴഞ്ചൻ രീതിയിൽ നടക്കുന്നവരല്ലേ,
ശരീരഭാഗങ്ങളൊക്കെ മറച്ച് സ്കാരം ചുട്ടൊക്കെയായി നടക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് വെറുപ്പായിരിക്കും. അങ്ങനത്തെ ഒരു കാലം. വതവ്വലുൽ മനായിർ, പള്ളികളൊക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, സഹാബികളൊന്നും ഇങ്ങനത്തെ ഒരു പള്ളിയിൽ നിസ്കരിച്ചിട്ടില്ല. താബിഈങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ കാലിൽ നിന്ന് അമ്പ് പറിച്ചാൽ പോലും അറിയാത്ത സഹാബികൾ, ഇഖ്ലാസിന്റെ നിറകുടങ്ങളായിരിക്കുന്ന സഹാബികൾ ജോറ് പള്ളിയിൽ നിസ്കരിച്ചിട്ടില്ല. നമ്മളെ കാലത്തെ പള്ളി അതിന്റെ മിനാരങ്ങൾ ആകാശം മുട്ട നീണ്ടു നിൽക്കുന്ന മിനാരങ്ങളാണ്. ഫദ്ദദു അൽ മസാഹിഫ്, മുസാഹിഫുകളൊക്കെ വെള്ളി കൊണ്ട് പൊതിഞ്ഞ് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കും, ഓതൂലെന്നുള്ളൂ. വസഖ്റഫു അൽ മസാജിദ്, പള്ളികളൊക്കെ മോടി പിടിപ്പിച്ച് അലങ്കാര ബൾബുകൾ തൂക്കി ഒരു പാർക്ക് ഏത് പള്ളി ഏത് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ പള്ളികളെ കോമാളികളാക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വളരെ വൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പഴയ പള്ളി അതിന് നിസ്കരിക്കണ ഒരു സുഖം ഏത് പള്ളിയിൽ നിസ്കരിക്കണുള്ളത്? ആ ഓടിട്ട പള്ളി, മരം കൊണ്ട് മേഞ്ഞ ആ പള്ളി. അകത്തെ പള്ളിക്ക് കയറുമ്പോൾ തന്നെ ആ പഴയ പള്ളിയിൽ നിന്ന് നിലവിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയാൽ കാണാം ഒരാളെ വലുപ്പം വാതിലുണ്ടാവില്ല, ഒരാളെ വലുപ്പം അതിനൊക്കെ കിടക്കണ വാതിലുണ്ടാവില്ല. വളഞ്ഞ് ഭവ്യതയോടുകൂടെയൊക്കെ കയറണം, ഭവ്യതയോടുകൂടെയാണ് പള്ളിൻ്റെ അകത്തേക്ക് കയറുക. അതിന് വാതിലുകൾ ചെറിയ വാതിലുകളാണ്. അതിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ വല്ലാത്ത റാഹത്താണ്, ഖൽബിന് സന്തോഷം, സമാധാനമാണ്. അള്ളാഹുവിലേക്കുള്ള ചിന്ത വളരെ എളുപ്പത്തിലാക്കുന്ന പഴയകാല പള്ളി ഒക്കെ മാറ്റി വാർപ്പാക്കി. അത് കാലഘട്ടത്തിനനുസൃതമാണ്. പക്ഷേ അതിനപ്പുറം മോടി പിടിപ്പിച്ച് ചില പ്രദേശങ്ങളിലൊക്കെ പള്ളികൾ കാണാം. ഏതെങ്കിലും ഒരിടത്ത് പള്ളി വന്നാൽ പിന്നെ നാലാൾ കൂടി പറയല്, നിങ്ങളെ നാട്ടില് നിങ്ങളെ പള്ളി ഇപ്പോഴും മാറ്റിയില്ലേ, എന്ത് പൈസക്കാരുള്ള നാട് നിങ്ങളെ നാട്, ആ നാട്ടിൽ പള്ളി ഒന്ന് പോയി നോക്കി എന്ന് പറയുമ്പോൾ കമ്മിറ്റിക്കാരൊക്കെ വണ്ടി എടുത്ത് പോയി ചെന്നോക്കുമ്പോൾ പള്ളിൻ്റെ മുമ്പിലൊക്കെ നല്ല പൂന്തോട്ടം പള്ളിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു, വലിയ അലങ്കാര ബൾബുകൾ പള്ളിൻ്റെ ഉള്ളിൽ തൂക്കിയിരിക്കുന്നു, മൈക്ക് വലിയ ശബ്ദമുള്ള മൈക്കുകൾ എല്ലാം വളരെ ഗംഭീരം. ഇനി മേൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അടിക്ക് കാണാൻ അവിടെ വീഡിയോ സ്ക്രീനിങ്, എല്ലാ സംവിധാനം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താതിരിക്കാൻ ഈ നിസ്കാരം അള്ളാഹ്ക്കാണ് എത്തരുത്, അതിനുള്ള ഇബ്ലീസിന്റെ ട്രിക്ക് അത് നമ്മളെ ബാധിക്കുകയാണ്. ആ പള്ളികളുണ്ട് മോടി പിടിപ്പിച്ച് അത് ഒരു തുമ്പും മാലും ഇല്ലാതെ ആത്മീയതയും ആത്മാർത്ഥതയും ഇല്ലാത്ത രൂപത്തിൽ അതുണ്ട് മോടി പിടിപ്പിച്ച് കൊളാക്കണ പരിപാടി. വാൽഹറുരിശ, കൈക്കൂലി വല്ലാതെ വ്യാപിക്കും. ആ ഇതിന് നമ്പർ കിട്ടൂല, ആ കെട്ടിടത്തിന് നമ്പർ കിട്ടൂല, അതെന്തെങ്കിലും കൊണ്ടേ കൊടുത്താൽ ആണ് ശരിയാവും. എല്ലാ കാര്യവും കൈക്കൂലി കൊടുത്താൽ ശരിയാവാത്ത ഒരു കാര്യമില്ല. ഷയ്യദുൽ ബിനാ, വലിയ കെട്ടിടങ്ങൾ അട്ടിപ്പൊക്കും. വീട്ടിലാകെ 4 ആളുള്ളൂ, 400 ആള് വന്നാലും പാർക്കാൻ പറ്റുന്ന വീടാണ്, വല്ലാത്ത വീടാണ്. 400 ആള് വന്നാലും അവന് കല്യാണം നടത്താൻ ഓഡിറ്റോറിയത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ സൗകര്യമുണ്ട്. ഷയ്യദുൽ ബിനാ, വീട് പാർക്കാനുള്ളതാണ്, രാത്രി പാർക്കാനുള്ളതാണ്, പകല് പണിക്കുമല്ലോ. ആ വീടിനെ കെട്ടിപ്പൊക്കി വലിയ കൊട്ടാരമാക്കി ആവശ്യത്തിൽ കൂടുതൽ നിർമ്മിച്ച് ഒരു കാലം. അതൊക്കെ ഹറാമാന്നല്ല പറയണത്, ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരം വരുന്ന കാലം ഖിയാമത്ത് നാളിന്റെ കാലമാണ്. അങ്ങനെയാണ്. വത്തബഉൽ ഹവാ, ഇഷ്ടം പോലെ ഇങ്ങനെ തോന്നിയതുപോലെ നടക്കും. എന്താണ് തോന്നുന്നത്? അവനക്ക് ഓന്റെ തോന്നലാണ് ഓന്റെ ദീന്. ഓനക്ക് അങ്ങനെ ചെയ്യണം തോന്നിയാൽ അങ്ങനെ ചെയ്യും, മറ്റേ ചെയ്യണം തോന്നിയാൽ മറ്റേ ചെയ്യും. ആരെ ഇവിടെ പേടിക്കാനുള്ളത്? അതാ വത്തബഉൽ ഹവാ, ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ദുന്യാവിന് പകരം ദീനിനെ അവൻ വിൽക്കും. ദുന്യാവിന്റെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വേണ്ടി ദീന് മാറ്റിവെക്കാൻ അവനക്ക് തയ്യാറാവും. രക്തച്ചൊരിച്ചിലുകള്, കൊലവിളി നടത്തുന്നതും പരസ്പരം കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും ഒക്കെ ചെറിയ നുള്ളണമാതിരി, ചെറിയൊരു കുത്ത് കൈ കൊണ്ട് കൊടുക്കണമാതിരി, ചെറിയ ഒന്നിങ്ങനെ ഒരു കൊട്ട് കൊടുക്കണമാതിരി, അത് നിസാര കേസായി. എന്നും രാവിലെ എങ്ങനെ ഓ മറ്റോനെ കൊന്നു അവൻ പെനെ കൊന്നു വായിച്ച് അന്നൊരു പ്രശ്നമില്ലാതെ ആയി. തഖത്തഅത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങളൊക്കെ ആകെ ഒരു കുപ്പി നിലത്ത് കിട്ട പോലെ കുടുംബ ബന്ധങ്ങളൊക്കെ ആകെ തകർന്ന് തരിപ്പണമായി പോയി. വിജ്ഞാനങ്ങൾ വിൽക്കപ്പെടും. നമ്മളെ മദർസയില് ലോകത്ത് പൈസ കൊടുക്കുകയാണെങ്കിൽ 1 കോടി രൂപ
കൊടുത്ത് പഠിപ്പിക്കേണ്ട ഇൽമാണ് അള്ളാഹുവിൻ്റെ ഇൽം. അള്ളാഹിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചുള്ള ഇൽമ് 1 കോടി രൂപ കൊടുത്ത് പഠിപ്പിക്കേണ്ട ഇൽമാണ്. അത് ഫ്രീ ആയിട്ടാണ്. പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് കുറെ ഇൽമുണ്ട്. ആ ഇൽമുകൾ അധികവും പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഗണിതശാസ്ത്രം പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്നു. ജോമെട്രി, ക്ഷേത്രഗണിതം, എഞ്ചിനീയറിംഗിന്റെ ഉസൂല് അത് പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്നു. പക്ഷെ അവിടെ ഒന്നും അതിന് കാശില്ല. പുറത്തു പോയാൽ സർട്ടിഫിക്കറ്റ് ആവുമ്പോൾ, ജോലിയാവുമ്പോൾ അവിടെ ലക്ഷങ്ങൾ കെട്ടിവെക്കണം. ബുയ്അൽ ഹികം, വിജ്ഞാനങ്ങൾ വിൽക്കപ്പെടുന്നു. അതിന് കാശുകൾ കെട്ടിവെക്കണം, വലിയ പൈസ കൊടുക്കണം. പലിശ തിന്നിട്ട് അത് വലിയ അഭിമാനം പറഞ്ഞ് നടക്കും. സമ്പത്ത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അതൊരു പ്രതാപം, കിട്ടാക്കനിയായി മാറും. സമ്പത്തുണ്ടാക്കണം. അതിനിപ്പോ വഴിവിട്ട രീതികൾ സ്വീകരിച്ചാലും ശരി, സമ്പത്തുണ്ടാക്കണം. ഈ ഒരു ചിന്ത ഏറ്റവും വലിയ പ്രതാപം സമ്പാദ്യമാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കും. ഏറ്റവും വലിയ പ്രതാപം സമ്പാദ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഏത് വഴിയും സ്വീകരിക്കാൻ ഒരു മടിയുണ്ടാവില്ല. സ്ത്രീകൾ കുതിരപ്പുറത്തു പോകും, സ്ത്രീകൾ വാഹനങ്ങൾ ഓടിച്ചു പോകും. വാഹനങ്ങൾ ഓടിച്ച് ആളുകൾ കാണാതെ ഔറത്ത് മറച്ചു പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഔറത്തൊന്നും മറക്കാതെ വാഹനപ്പുറത്ത് സ്ത്രീകൾ അങ്ങാടിയിലൂടെ അങ്ങനെ വല്ലാതെ വർദ്ധിക്കുന്നു. ഈ കാലം വന്നു കഴിഞ്ഞാൽ അൽ ഹറബ് ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇതിന്നൊക്കെ മാറി ജീവിച്ചോ. വീടിൻ്റെ അകത്തിരുന്ന് ഇബാദത്ത് ചെയ്ത് അവനാന്റെ ദൈനംദിന കാര്യങ്ങളും കുട്ടികളെയും മക്കളെ നോക്കി നല്ല നിലയ്ക്ക് ജീവിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിർദ്ദേശം. ഇതും പറഞ്ഞ് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയി എന്നാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇവര് 40 ദിവസം അവിടെ വീണ്ടും വന്ന് ഒന്ന് കാണുകയാണെങ്കിൽ സയ്യിദുനാ ഉമറുൽ ഖത്താബിന്റെ സലാം പറയാൻ നവല അടക്കമുള്ള ആളുകൾ വന്ന് അവിടെ 40 ദിവസം താമസിച്ച് വാങ്ക് കൊടുത്ത് 5 വക്ത് നിസ്കാരം അവിടുന്ന് തന്നെ വാങ്കൊക്കെ കൊടുത്തു നോക്കി. പിന്നീട് അങ്ങനത്തെ അവിടുന്ന് കേട്ടിട്ടില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുക്കം എന്താ? ഇതിൻ്റെയൊക്കെ ചുരുക്കം അള്ളാഹുവിൻ്റെ ദീന് വളരെ പേടിയോടുകൂടെയാണ് നമ്മൾ ആ ദീനിനെ സമീപിക്കേണ്ടത്. എന്താണ് നമ്മുടെ അവസ്ഥ ആയി പോകുന്നത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ പള്ളിയും നിസ്കാരവും മദ്രസയൊക്കെ ആയി ബന്ധപ്പെടുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയും നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളും നമ്മൾ വളർത്തുന്ന നമ്മുടെ കുട്ടികളും അവരൊക്കെ ഏത് രൂപത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുതിയ കാലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭാഗത്ത് ശക്തമായി നിരീശ്വരവാദം വളർന്നു വരുന്നു. ഇസ്ലാം, ഈമാൻ, അള്ളാഹു കൽബിൽ നൂരിയെടുത്ത പല ആളുകളും അതിന് നേതൃത്വം നൽകുന്നു. അത് കണ്ട് ഒരുപാട് ആളുകൾ ആ വഴിക്ക് ഈമാൻ പുറത്തുപോയി കാഫിറായിക്കൊണ്ടിരിക്കുന്നു. ദൈനംദിനം 100 കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം എന്ന് പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്താകെ വ്യാപിച്ചൊരു സംവിധാനമാണ്. നിരീക്ഷിക്കുന്നവർക്കറിയാം, ലോകത്തൊട്ടാകെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കൽബിൽ നിന്ന് ഈമാൻ എടുത്തു കളയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു ഭാഗത്ത് വേണ്ടാവൃത്തികൾ, ലഹരി ഉപയോഗങ്ങൾ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് എന്ത് പറഞ്ഞാലും ആളെ കിട്ടുമല്ലോ എന്നുള്ള അർത്ഥത്തിന് ഇപ്പൊ പുതിയൊരു സംഘടന വന്നിട്ടുണ്ട്, സൂഫി ഇസ്ലാമിക് എന്ന് പറഞ്ഞ്. ഒരു അടിസ്ഥാനമില്ല, ഒരു നിലവാരമില്ല. ഇപ്പൊ ആളുകൾ മതം വേണ്ട എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മളെ കേരളത്തിനെ കുറിച്ച് നാട്ടിക ഉസ്താദ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞാലും ആളെ കിട്ടും. എന്ത് പറഞ്ഞാലും ചേകനൂര് നിസ്കാരം 3 വക്കത്താണെന്ന് പറഞ്ഞു വരുന്നതിന്റെ മുമ്പ് ഉള്ള ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു. അവരിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾ ഇവിടെ ഒരാൾ 3 വക്കത്ത് നിസ്കാരം ഉള്ളൂ എന്ന് പറഞ്ഞു വന്നാൽ ആരെ കിട്ടാനാന്നാണ് ആളുകൾ പറയാ. ആരെ കിട്ടാനാ? ആരെങ്കിലും കിട്ടുമോ? 3 വക്കത്താന്ന് പറഞ്ഞാൽ. പക്ഷെ ആളെ കിട്ടിയില്ലേ? എത്ര ആളെ കിട്ടി? ഇവിടെ എന്ത് പറഞ്ഞാലും ആളുണ്ടാവും. കാരണം ഈ ആൾക്കാർക്ക്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ
അടിസ്ഥാനങ്ങൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് പറയുമ്പോൾ ഒരു ആയത്ത് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ ശരിയാണല്ലോ പറയണത്, ഒരു ഹദീസ് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ ശരിയാണല്ലോ പറയണത്, അത് ഇജ്ജ് പറഞ്ഞാൽ ശരി, ഇജ്ജ് പറഞ്ഞാൽ ശരി, അത് മറ്റോൻ പറഞ്ഞാൽ ശരി, ഇങ്ങനെയാണ് ധരിച്ചു പോകും. എന്തുകൊണ്ട്? ഉസൂലില്ല. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചോളം അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, നിയമങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആ നിയമങ്ങളിലേക്ക് എത്തുന്ന ഉസൂലുകളുണ്ട്, അത് പഠിച്ചാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിച്ചു പോകും. അത്രേ കഴിയുള്ളൂ, അത് കുറ്റല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരായ ആളുകൾ ഈ ഉസൂൽ ഫിഖ്ഹ്, ഉസൂൽ ഹദീസ് തുടങ്ങിയ ഇൽമുകൾ പഠിക്കാത്തവർ ഒരാൾ ആയത്തും ഹദീസും വായിച്ച് അർത്ഥം വെക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോവല്ല വേണ്ടത്. മറിച്ച് പാരമ്പര്യമായി നമ്മൾ പള്ളിക്കൂടത്തിൽ പോയ ആളുകളാണല്ലോ, മദ്രസയിൽ പോയ ആളുകളാണല്ലോ, ആ മദ്രസയിൽ അഖീദയുണ്ട്, ഫിഖ്ഹുണ്ട്, അഖ്ലാഖുണ്ട്, എല്ലാം വലിയ വലിയ ആലിമ്യങ്ങൾ വട്ടം കൂടിയിരുന്ന് വിലയിരുത്തി തീരുമാനാക്കി അടിച്ചു വിടണതാ. അത് നമ്മളെ മുഖ്ലിസീങ്ങളായ ഉസ്താദ്മാര് പഠിപ്പിച്ചെന്നാണല്ലോ, അതനുസരിച്ച് ജീവിക്കുക എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മറിച്ച് ഈ ഉസൂൽ ഹദീസ്, ഉസൂൽ ഫിഖ് തുടങ്ങിയ ശാസ്ത്ര ശാഖകൾ അറബി ഭാഷയുടെ ലുഗ, അറബി ഭാഷയുടെ ഗ്രാമർ, നഹ്വ്, സാഹിത്യ സാങ്കേതിക ശാസ്ത്രങ്ങൾ, ഇൽമുൽ ബലാഗ, അത് തന്നെ ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിഅ, ഇത്തരം ശാസ്ത്രങ്ങൾ ഒന്നും അറിയാതെ ഒരായത്തോ ഹദീസോ ഒരാൾ അർത്ഥം വെക്കണുണ്ടാൽ അതാണ് ശരിയെന്ന് തോന്നിപ്പോവും. അങ്ങനെ ആ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ പേച്ചു. പിന്നെ തൗഫീഖ് ഇല്ലാത്ത പഠിച്ച ആളുകളും പേച്ചു. അതുകൊണ്ട് നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ആ പണ്ട് മദർസിൽ പഠിച്ചതും ആ പഴയ മൊല്ലാക്കന്മാർ അള്ളാഹിനെ പേടിച്ച് നടന്നിരുന്ന തലയും താഴ്ത്തി ഇങ്ങനെ നടന്നിരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ചെന്നത് അതിലവിടെ നിന്നാൽ ഈമാൻ സലാമത്തായി മരിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഴയ കാലത്തെ ആലിമീങ്ങളല്ലേ നമുക്ക് ദീന് പഠിപ്പിച്ചെന്നത്, അതിൽ കലർപ്പില്ലല്ലോ, അത് സഠല്ലേ. അവരുടെ ജീവിതം അവർ പറയുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അവരുടെ ജീവിതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വൈലത്തൂരങ്ങാടിയിലൂടെ 10-30 വർഷം മുമ്പ് ഇങ്ങനെ തലയും താഴ്ത്തി നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ. തല പൊന്തിക്കൂല. എന്തേ? തല പൊന്തിച്ചാൽ ഏതെങ്കിലും ആണുങ്ങൾ തുണി മടക്കുത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ തൊട കാണും, തൊട ഉറത്താൻ ഹറാമക്ക് കണ്ണു പോണ്ട. അതുകൊണ്ട് തല താഴ്ത്തി കാലിന്റെ ചോട്ടക്ക് മാത്രം നടന്നിരുന്ന കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, വലിയ ഫഖീഹായിരുന്ന കരിങ്കപ്പാറ ഉസ്താദ്, ആ മഹാനായ മനുഷ്യൻ ഖുതുബിയത്ത് ചൊല്ലിയിട്ടില്ലേ? ആ മഹാനായ മനുഷ്യൻ തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ലേ? ആ മഹാനായ മനുഷ്യൻ ഔലിയാക്കളോട് തേടിയിട്ടില്ലേ? ആ മഹാനായ മനുഷ്യൻ മജ്ലിസുന്നൂർ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടില്ലേ? ആ മഹാനായ മനുഷ്യൻ എന്തെല്ലാം ഇന്ന് നമ്മളിപ്പോൾ ചൊല്ലിയുണ്ടോ ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് മുഖ്ലിസീങ്ങളായ ആലിമീങ്ങൾ മരണസമയം കലിമത്തു ഷഹാദ ചൊല്ലി മരിച്ച നമ്മളവിടെ ദർസ് നടത്തിയിരുന്ന പൊട്ടച്ചോല സയ്യിദ് അലി മുസ്ലിയാർ, മകന്റെ മടിയിൽ വെച്ച് കലിമത്തു ഷഹാദ ചൊല്ലി മരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദ് ഖുതുബിയത്ത് നടത്തിയിട്ടില്ലേ? തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ലേ? സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ബന്ധം സ്ഥാപിച്ചിട്ടില്ലേ? പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലേ? നബിദിനം ആഘോഷിച്ചിട്ടില്ലേ എന്ന് ചിന്തിച്ചാൽ മതി. സാധാരണക്കാരൻ അങ്ങനെ ചിന്തിച്ചാൽ മതി. പ്രായം മൂത്ത് 80 വയസ്സായപ്പോ എന്റെ മഹാനായിരിക്കുന്ന ഷെയ്ഖ് ചെമ്പ്ര പോക്കര മുസ്ലിയാർ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ജമാഅത്ത് മുടക്കരുത്. പക്ഷെ ഇന്ന് എനിക്ക് 80 വയസ്സായി, ജമാഅത്തിന് പോകാൻ പള്ളി പോകാൻ കഴിയൂല. അതുകൊണ്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭാര്യ മരിച്ചിട്ടുണ്ടല്ലോ, രണ്ടാമതൊരു കല്യാണം കഴിക്കുക. ബഹുമാനപ്പെട്ട നിറമരുതൂർ ബീരാൻകുട്ടി ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്തുണ്ട്, നമ്മൾ നന്നാക്കി തരട്ടെ. മരക്കാർ ഉസ്താദിന്റെ വാപ്പ 80-ാം വയസ്സിൽ കല്യാണം കഴിച്ചത് ഈ ഒരു സുന്നത്ത് കിട്ടാനാണ്. അവിടുത്തെ ഷെയ്ഖ് ചെമ്പ്ര പോക്കർ മുസ്ലിയാർ പറഞ്ഞതാ, മോനെ ജമാഅത്ത് മുടക്കരുത് കേട്ടോ. 80 വയസ്സായപ്പോൾ അതിന് പള്ളി പോകാൻ പറ്റാതായി. ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടായിരുന്നു, വിധവയാണ്, ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് നേരത്തെ. ആ ഭാര്യ ഏകദേശം തന്നോളം പ്രായമുള്ള ഭാര്യയെ കല്യാണം കഴിച്ച് ജമാഅത്ത് നിസ്കരിക്കാൻ ഈ കറാഹത്ത് പോലും വരാത്ത സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ച ഇത്തരം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഈ സൂഫിയാക്കൾ, ആലിമീങ്ങൾ, ഉഖ്റവിയ ആലിമീങ്ങൾ, ഇവരെ പിന്നാലെ പോയാൽ പിന്നെ കേടുവരുമോ? ഇവരെ പിന്നാലെ പോയാൽ പിന്നെ തെറ്റിദ്ധരിക്കപ്പെടോ? ഇവരെ പിന്നാലെ പോയാൽ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തിന് വിശ്വസിക്കോ? ഇവരെ മാർഗത്തിലൂടെ പിന്തുടർന്നു പോയാൽ സുന്നത്തുകൾ എടുക്കാൻ കഴിയും, കറാഹത്തുകൾ ഒഴിവാക്കാൻ കഴിയും, തസൗഫിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും.
മഹാന്മാരായിരിക്കുന്ന സ്വഹാബുൽ ബദറിനോടും ഔലിയാക്കളോടും ബന്ധമുണ്ടാക്കാൻ കഴിയും? 19 വയസ്സായി, വല്ലാത്ത നെഞ്ചുവേദനയും കിതപ്പും വന്ന് ആ ശ്വാസം വലിക്കണ ഇടങ്ങേറിലൊരു ശബ്ദം, അങ്ങനെ എന്നുള്ളൊരു ശബ്ദം തൊണ്ടയിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഹദീസിൽ പറഞ്ഞത്, നിങ്ങൾക്ക് രോഗം വരുമ്പോ നിങ്ങൾ ആവലാതി കാണിക്കാൻ പാടില്ല എന്നല്ലേ? മഹാനായ നന്നമ്പ്ര സൈദാലി മുസ്ലിയാർ കിതാബ് നോക്കിയിരിക്കാൻ, അവശനാണ്, രോഗബാധിതനാണ്, റസ്റ്റിലാണെന്ന് പറഞ്ഞ് കാണാമെന്ന ആളുകൾ കാണുന്ന രംഗം ബഹുമാനപ്പെട്ട നന്നമ്പ്ര സൈദാലി മുസ്ലിയാർ കിതാബ് നോക്കുക. എന്താ ഉസ്താദെ, ഞങ്ങൾ പെട്ടെന്ന് സന്തോഷത്തോടുകൂടെ ചിരിച്ച് അത് പൂട്ടി അവിടെ വെച്ചു. എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ശ്വാസം ഇങ്ങനെ മുട്ടുമ്പോ പെടുന്നൊരു ഒച്ച വരുന്നുണ്ട്, അത് ഉണ്ടാക്കണല്ല, വരുന്നതാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ എന്ന് ഞാൻ കിതാബ് നോക്കുകയാണ് എന്ന് പറഞ്ഞ മഹാനായ നന്നമ്പ്ര സൈദാലി മുസ്ലിയാർ. ഈ മഹാന്മാരുടെ പാത പിന്തുടർന്നാൽ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ നമുക്ക് വരൂല. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ നിറമരുതൂർ ബീരാൻകുട്ടി മുസ്ലിയാർ, മരക്കാർ ഉസ്താദിന്റെ വാപ്പ, ഈ കാർപ്പറ്റിൽ വല്ല പുള്ളി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാർപ്പറ്റ് അതിൽ നിസ്കാരം ഒഴിവാക്കുകയാണ് വേണ്ടത്. അതാണ് നല്ലത്, സുന്നത്ത് അത് ഒഴിവാക്കല. അങ്ങനെ കാർപ്പറ്റില് കണ്ടു കഴിഞ്ഞാൽ ആ കാർപ്പറ്റ് മറിച്ചിട്ട് അതിന്റെ ബാക്കിൽ ഒറ്റ നിറാണെങ്കിൽ അത് തിരിച്ചിട്ട് അയിമ നിസ്കരിക്കുമായിരുന്നു. അത്രക്കും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച മഹാനായ നിറമരുതൂർ ബീരാൻകുട്ടി മുസ്ലിയാർ. ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ച ദീനാണ് ഖുത്ബിയത്തും മജ്ലിസുന്നൂറും മങ്കൂസ് മൗലിദുകളും നബിദിനത്തിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ കൊണ്ടുള്ള സന്തോഷ പ്രകടനവും സദഖ കൊടുക്കലും ഖബറുങ്ങൾ ഓതലും അന്നദാനം നടത്തലും എല്ലാം ഈ സൂക്ഷ്മശാലികളായ ആലിമ്യങ്ങൾ പഠിപ്പിച്ചെന്നാണ്. അവരാവട്ടെ അവരുടെ മശായിഖന്മാരിൽ അങ്ങനെ പോയാൽ അത് താബിഈങ്ങളിലേക്ക് എത്തും, അത് സ്വഹാബത്തിലേക്ക് എത്തും. പിന്നെ അതിൽ പേടിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ഒന്ന് വിദേശത്ത് പോയി ഓനെ 4 ആള് സൂയിപ്പാക്കി, ഓഞ്ഞ് കേരളം ഞാൻ സൂയിപ്പാക്കിക്കോളാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇങ്ങനെ സൂയിപ്പാക്കുന്നതനുസരിച്ച് നമ്മളിതിൽ പെട്ടുപോയാൽ നമ്മുടെ ഈമാനല്ലേ പോവുക? അതുകൊണ്ട് നമ്മുടെ ആഖിറല്ലേ നഷ്ടപ്പെടുക? നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടാനുള്ളത് തടയപ്പെടുകയല്ലേ ചെയ്യുക എന്നതിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാരഥന്മാരായിരിക്കുന്ന നമ്മുടെ ഔലിയാക്കളും സൂഫിയാക്കളും ബഹുമാനപ്പെട്ട മദീനയിൽ ദർസ് നടത്തിയിരുന്ന, പഴയ കാലത്താ മദീനയിലെ മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹയാത്തു സിന്ദി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെ 1 മണിക്കൂറൊന്ന് നമ്മൾ കണ്ടാൽ മതി, ജീവിതം നന്നാവും. പിന്നെ നമ്മൾ വേണ്ടാത്ത തരത്തിലേക്കൊന്നും പോവില്ല. ആ മനുഷ്യനെ 1 മണിക്കൂറൊന്ന് കണ്ടാൽ മതി. ആ ഇഖ്ലാസും തഖ്വയും ഈമാനും മുഖത്ത് പ്രസരിപ്പോടുകൂടെ മുഖത്തിങ്ങനെ പ്രശോഭിച്ചു നിൽക്കുന്ന ആ ഒരു അത്ഭുതകരമായ മനുഷ്യൻ 100-200 വർഷം മുമ്പ് മദീനയിലെ മുഫ്തിയായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം. ആ മനുഷ്യന് ഒരാളോട് സംസാരിക്കാൻ വരില്ല. ദർസ് നടത്തുമ്പോഴല്ലാതെ മനുഷ്യരോട് സംസാരിക്കാത്ത മനുഷ്യൻ. ജമാഅത്ത് നിസ്കാരത്തിന് 1-ാം സോഫിൽ അത് വിടാതെ ഹബീബായ തങ്ങളുടെ മദീനയിൽ, ആ മദീന പള്ളിയിൽ നിസ്കരിച്ച മുഹമ്മദ് ബിൻ ഹയാത്ത് സിന്ദി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹയാത്ത് സിന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഖുത്ബിയത്ത് നടത്തിയാൽ ഇസ്ലാം എന്ന് പുറത്തു പോവും. ഇപ്പൊ നമ്മൾ ഓതിയ മജ്ലിസുന്നൂർ നടത്തിയാൽ ഇസ്ലാം എന്ന് പുറത്തു പോവും. അത് ഹറാമാണ്, അല്ലെങ്കിൽ ശിർക്കാണ്. നബിദിനം ആഘോഷിച്ചാൽ ഹറാമാണ്, അത് പ്രവാചകൻ ആരാധിക്കലാണ്, സ്ത്രീകൾ പള്ളിക്ക് പോലെ നിർബന്ധമാണ്. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമായി പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അയാളാവട്ടെ ഞാൻ ഈ പറഞ്ഞ വലിയ ആലിമിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹയാത്ത് സിന്ദി റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടിയാണ് ഈ പറഞ്ഞ നമ്മളെ നാട്ടിൽ വിദേഹത്തിന്റെ ആളുകൾ പറഞ്ഞ് പരത്തുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമായി പറഞ്ഞയാൾ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അയാളെ പറ്റി ഈ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? സയദുല്ലു ഹാദാ, ഇവൻ പഴക്കാനുള്ളവനാണ്. ഈ പഴവിന്റെ പിന്നാലല്ലേ ആളുകൾ നടക്കണത്? ഇതിന്റെ പിന്നാലല്ലേ ഓടുന്നത്? സമൂഹം മുഴുവൻ ഇതിൽ ആകർഷകരായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ആയത്ത് വായിച്ച് അർത്ഥം വെക്കുന്നു, ഇത് ശരിയാണോ അല്ലേ നോക്കാൻ എങ്ങനെ ഒരു സാധാരണക്കാരന് കഴിയും? ഹദീസ് വായിച്ച് അർത്ഥം വെക്കുന്നു, ഇത് ശരിയാണോ നോക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? അതിന്റെ അടിസ്ഥാനം വേണ്ടേ? ഉസൂൽ ഹദീസ്, ഉസൂൽ ഫിഖ്, ലുഗത്ത്, നഹ്വ്, ബലാഗ
ഇത്തരം ശാസ്ത്രശാഖകളൊന്നും അറിയാത്ത നമ്മൾ ഈ ചെങ്ങായി ഇത് വായിച്ചർത്ഥം വെക്കുമ്പോൾ വിശ്വസിച്ചു പോവാൻ. ഇത് പറഞ്ഞു കൊടുത്ത ആളാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളെ പറ്റി ബഹുമാനപ്പെട്ട ഉസ്താദ് പഠിക്കണ കാലത്ത് ഇയാൾക്ക് പ്രശ്നമല്ല, മദീനയിൽ പഠിക്കണ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നമുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, സയദില്ലു ഹാദാ, ഇവൻ പഴച്ചു പോവും. ആ പിഴവിന്റെ പിന്നാലെ എന്ന് മനുഷ്യന്മാർ ഓടിക്കൊണ്ടിരിക്കണം. വേറൊരു കാര്യം കൂടിയും പറഞ്ഞു, അവൻ പ്രധാന, വയുദില്ലുല്ലാഹു ബിഹി മൻ അബഅദഹു വഅശ്ഖാഹ്, ഇവന്റെ പിന്നാലെ കൂടി ലലാലത്തിലേക്ക് പോകുന്നവൻ അള്ളാഹു റഹ്മത്തിൽ നകറ്റിയവനാണ്, അള്ളാഹു പരാജയപ്പെടുത്തിയവനാണ് എന്നുകൂടി മഹാനായ മുഹമ്മദ് ബിൻ ഹയാത്ത് സിന്ദി അള്ളാഹു പറഞ്ഞു. ഇത് അദ്ദേഹം മാത്രമല്ല, ഈ മനുഷ്യനെ പഠിപ്പിച്ച മറ്റു പല ആലിമീങ്ങളും സൂഫിയാക്കളും മൗലിയാക്കളും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത്? ഈ മനുഷ്യൻ പഴക്കും, ഒരുപാട് ആളുകളെ പഴപ്പിക്കും, പിന്നാലെ കൂടുന്നവർ മുഴുവൻ നിർഭാഗ്യവാന്മാർ, പിന്നാലെ കൂടുന്നവരൊക്കെ പരാജിതർ. ഇന്ന് പൊതുസമൂഹം ഇതിൽ ആകർഷകരായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഇത് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിലൂടെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ലലാലത്തിൽ നിന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ മക്കൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവരെങ്ങാനും ഇതിൽ പെട്ടുപോയാൽ ഖബർ കിടക്കാൻ സുഖം ഉണ്ടാവില്ല. എന്തേ അറിയോ? ഒന്നും വരൂല, ഒന്നും അങ്ങോട്ട് വരൂല. ഒരു ഖുർആൻ ഓതി ഹദീ ചെയ്യൂല, നല്ലക്കും പോലൊന്നും പ്രാർത്ഥിക്കൂല. എന്താ? ഓനെ ഒരു അര ഈമാനാണ്. നിരീശ്വരവാദിയുടെ ഒരു ആദ്യ സ്റ്റേജാണ് പുത്തനാശയം, ഒരു അര ഈമാനാണ്. ബർസഖി ലോകത്തെ പല സംഭവങ്ങളും എനിക്ക് വിശ്വാസമല്ല, അത് നടക്കുവോ വലിയ ഉറപ്പില്ല, എന്നാലും എന്ന നിലക്കാണ്. അതുകൊണ്ട് നമ്മൾ ഖബർ കിടക്കുമ്പോൾ മക്കൾ ബിദഅത്തിലേക്ക് പോയാൽ ഒന്നും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അപ്പം അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് കാവൽ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ ദ്വാർക്കുക, മക്കൾ കേടുവരാതിരിക്കാൻ. ഈ പ്രശ്നം മാത്രമല്ല, നിരീശ്വരവാദത്തിൻ്റെ പ്രശ്നം, മതനിരാസത്തിൻ്റെ പ്രശ്നം, പുത്തനാശയങ്ങളുടെ പ്രശ്നം, പുതിയതായി കടന്നുകൂടുന്ന കള്ളത്തൊരീക്കത്തുകൾ, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളാണ്, വെറും പ്രശ്നങ്ങൾ. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഭൗതികമായി കുറേ സുഖങ്ങൾ, AI വന്നു, മറ്റേത് വന്നു, മറിച്ച് വന്നു, സൗകര്യങ്ങളും സുഖങ്ങളും, അതിങ്ങനെ കണക്കൂട്ടി കുത്തിരിക്കാം. പക്ഷേ ശരീഅത്ത് ശർഈയായി ഇസ്ലാമികമായി വെറും നഷ്ടങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പെടാതെ രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു തആല മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്തുണ്ട് അത്തരം മുസീബകളിൽ നിന്നൊക്കെ പടച്ചോനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഒരാളുടെ മുമ്പിൽ നീ ഞങ്ങളെ വശലാക്കരുത് തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിൽ നേതൃത്വം നൽകി സംശുദ്ധമായ റസൂലുള്ളാഹിയും സ്വഹാബത്തും പഠിപ്പിച്ച്, താബിയങ്ങൾ പഠിപ്പിച്ച്, മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങൾ പഠിപ്പിച്ച്, പൊന്നാനിയിലെ മഖ്ദൂമികൾ പഠിപ്പിച്ചു കൊടുത്ത ആശയം ഞങ്ങളുടെ നാട്ടിലെത്തിച്ച ബഹുമാനപ്പെട്ട കല്ലൂക്കാരൻ മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ബഹുമാനപ്പെട്ട ആനക്കൊര കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി അടക്കമുള്ള ഉഖ്റവിയ അലിമീങ്ങൾ, അവർക്കൊക്കെ ഞങ്ങളെ മജ്ലിസിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മദത് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അവരെ കൂടെ സ്വർഗ്ഗത്തിലും ചൂടാനുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പള്ളി, മദ്രസ, ദർസ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന നല്ല മോമിനീങ്ങൾ, ഇഖ്ലാസോടുകൂടെ ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങിൻ്റെ പണി അത് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാഖഫിൻ്റെ മുറാദുകൾ നീ ഹസലാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുത്തവരെ ഖബർ ഇലാ യൗമിൽ ഖിയാമ നീ നൂറാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറിൽ നീ സന്തോഷം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും രോഗശമനവും സന്തോഷവും ബറക്കത്തും സമാധാനവും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ ബറക്കത്തൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن الرحيم ما يراج سيدا يا الملك الجبار يا രാജാതിരാജനായ يا الله ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ മജ്ലിസിൽ ചൊല്ലിയതും പാരായണം ചെയ്തതും കബൂലാക്കണേ റഹ്മാനെ മഹാന്മാരായ അസ്ഹാബുൽ ബദീങ്ങളുടെ പേര് പറഞ്ഞത് കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ കേട്ട ഇൽമ് കബൂലാക്കണേ റഹ്മാനെ സാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനെ എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുത്ത സഹോദരി സഹോദരന്മാരിലുള്ള മാരകമായ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് കാൽമുട്ട് വേദനയുള്ളവരുണ്ട് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട് മറ്റു ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഒക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ ക്യാൻസറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ് ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ് ഒരുപാട് സമ്പത്തുകൾ മുടക്കിയാലും മാറാവ്യാധികളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ആക്സിഡന്റ് പോലത്തെ മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ആഖിബത്ത് മോശമാകുന്ന അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇന്ന് വരെ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ വിശിഷ്യ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ സുഖലോക സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കണേ റഹ്മാനെ ഖബറിന്റെ അദാബിനെ തൊട്ട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ് ഖബറിന്റെ ഭയാനകതയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ആശ്വാസമുള്ള ഖബർ നൽകണേ അല്ലാഹ് ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദ ഫലമായി വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ പാപമുക്തമായും നൽകണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ് ആഖിർ സമാന്റെ ഫിത്നയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ
തഖ്വ നൽകണേ അല്ലാ, ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ആരൊക്കെ ഇന്നത്തെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരെ കബൂലാക്കണേ റഹ്മാനെ. അതിന് സഹായിക്കുന്നവരെ സഹകരിക്കുന്നവരെ കബൂലാക്കണേ അല്ലാ. സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിക്കുന്ന ദീനിനെ സഹായിക്കുന്ന ഒരുപാട് നല്ലവരായ നാട്ടുകാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഖിദ്മത്തുകൾ കബൂലാക്കണേ റഹ്മാനെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാരുണ്ട് അല്ലാ, അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. മഹ്ശറയിൽ കൈപിടിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന വിദേശികളായവരുണ്ട് റഹ്മാനെ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഇന്നത്തെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സുഹൃത്ത് യൂസുഫ് മാഷുടെ സദഖ കബൂലാക്കണേ റഹ്മാനെ. അവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സദഖ നൽകിയതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഉമ്മ ഉപ്പ അടക്കമുള്ളവരിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സുഖലോക സ്വർഗമാക്കണേ റഹ്മാനെ. സുഖലോക സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മകൻ ചെയ്ത സദഖ കാരണമായി അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ സഹോദരി സഹോദരന്മാർക്ക് അനുയോജ്യമായ ഇണത്തുണ നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിന്റെ ജിവാരിലായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. മഹ്ശറ വൻസബയിലെ ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ. സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹബീബിന്റെ തിരുകരങ്ങളിൽ നിന്ന് അതബോടെ ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ആഖിർ സമാന്റെ ഫിത്നകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസിൽ ചെയ്ത സദഖ കബൂലാക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا